പ്രാർത്ഥനയാണല്ലോ. നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ച്. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ളൊരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. 9-ാമത്തെയും 10-ാമത്തെ വാക്യം കൂടെ. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്തെ പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വ്യത്യസ്തതയാർന്ന 2 ദേശങ്ങളിൽ നടക്കുന്ന 2 പ്രാർത്ഥനയുടെ കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ഒന്ന്, കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ ഒരു ശതാധിപൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു രാജ്യത്ത്, മറ്റൊരു ദേശത്ത് കർത്താവിൻ്റെ ദാസനായ പത്രോസ് 6-ാം മണി നേരത്ത് കടൽക്കരയിലുള്ള തോൽക്കൊല്ലനായ ശീമോൻ്റെ വീട്ടിൽ വെൺമാടത്തിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പ്രാർത്ഥനാ സ്ഥലങ്ങൾ. 2ഇടത്തും ഒരേ സമയത്ത് ദൈവദൂതന്മാരിറങ്ങുന്നു, ദൈവത്തിൻ്റെ ഇടപെടലുകളുണ്ടാകും. ഇന്ന് പകലും വ്യത്യസ്തതയാർന്ന സ്ഥലങ്ങളിൽ നാം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ ദൂരം എവിടെയൊക്കെയാണെന്ന് പ്രാർത്ഥിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൂതൻ ഇറങ്ങുമ്പോൾ തന്നെ അവിടെയും ദൂതൻ ഇറങ്ങും എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരാ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. 2 വ്യത്യസ്തതയാർന്ന സ്ഥലങ്ങളിൽ ഒരേ സമയത്തെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ. ഞാൻ ഇവിടെയൊക്കെ വരണമെന്ന് ദൈവത്തിൻ്റെ ദാസൻ എന്നെ ക്ഷണിക്കുമ്പോൾ ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടിയില്ല. കാരണം ഞാൻ ഞായറാഴ്ച രാത്രിയിൽ തിരുവഞ്ചൂർ പ്രസംഗിച്ചിട്ട് ആ രാത്രി തന്നെ ബാംഗ്ലൂരിൽ പോയി 2 ദിവസം അവിടെ പ്രസംഗിച്ച് ചൊവ്വാഴ്ച വെളുപ്പിന് നാട്ടിൽ വന്നിട്ട് ബുധനാഴ്ച വെളുപ്പിന് നാട്ടിൽ വന്നിട്ട് ബുധനാഴ്ച തിരുവനന്തപുരത്ത് പോയി ഇന്നലെ ഒരു കല്യാണം നടത്തിയിട്ട് രാത്രി അവിടെ പ്രസംഗിച്ചിട്ട് ഒത്തിരി ലേറ്റായി വീട്ടിൽ വന്നിട്ട് ഇന്ന് രാവിലെ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ തുടർമാനമായ യാത്രയായിരുന്നു, എല്ലാം ശുശ്രൂഷയായിരുന്നു. അതിനിടയിൽ ഇവിടേക്ക് ഒരു ദൂത് തയ്യാറാക്കാൻ ദൈവത്തോട് അല്പസമയം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്ന ഒരു വാക്യമാണ് 10-ാം അധ്യായത്തിൽ നിന്ന് പ്രസംഗിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ആരോടൊക്കെയോ കർത്താവിന് ഇടപെടാനുണ്ട്. വചനത്തിനകത്തൂടെ ദൈവം ദൂത് പറയും. വ്യക്തികളെ തൊട്ട് ദൈവം ഇടപെടും. അഴിയേണ്ടതൊക്കെ ദൈവം അഴിച്ചോളും. സൗഖ്യമാക്കേണ്ടതെല്ലാം കർത്താവ് സൗഖ്യമാക്കും. പകരപ്പെടേണ്ടതെല്ലാം ദൈവം പകരും. എത്ര പേരിന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? പുതിയ ഒരു പകർച്ച ദൈവം എനിക്ക് നൽകുമെന്ന് വിശ്വസിക്കുന്നവർ, അടുത്ത ഒരു തലത്തിലേക്ക് എന്നെ ഇന്ന് പകൽ കർത്താവ് കരം പിടിച്ച് ഉയർത്തുമെന്ന് വിശ്വസിക്കുന്നവർ, അഭിഷേകത്തോടൊരു നിമിഷം ആ കരം ഒന്ന് ചേർത്തടിച്ച് ദൈവത്തെ ആത്മാവിലൊന്ന് ആരാധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉദരമാനകൾ ഖജാനവക്ഷ സന്ദരേ രഗലമനപരപരവശ് ഹല്ലേലൂയ ശുമാനരബലബലവശ് ഓരിതാല വചനത്താല ജയം. വികാരകൾക്ക് മാനവച്ചാരമനെ അർദ്ധുരാതുകലാറകലമനപരബലവശ് ഓറി ബലബലബലവശ് അനുരാധരാധരാജനര ഉദാരമനകൾക്കരാധന. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ധന്യനായ വൈദ്യനായ ലൂക്കോസിൻ്റെ
രണ്ടാമത്തെ ചരിത്രമാണ്. ഒന്നാമത്തെ ചരിത്രം യേശുക്രിസ്തുവിൻ്റെ കന്യകാ ജനനം മുതൽ അരിമത്തിലെ യോസഫിൻ്റെ കല്ലറയിൽ നിന്ന് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേൽക്കുന്നത് വരെയുള്ള ചരിത്രം വളരെ സൂക്ഷ്മമായി പഠിച്ച് ഭക്തൻ എഴുതിയിരിക്കുകയാണ്. എന്നാൽ അപ്പോസ്തല പ്രവർത്തന പുസ്തകം യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം തുടങ്ങി പരിശുദ്ധാത്മാവിൻ്റെ ഇഹലോകത്തിലേക്കുള്ള ആഗമനം തൊട്ട് ഏകദേശം ഒരു 3.5 പതിറ്റാണ്ടിൽ ആത്മനിയോഗം പ്രാപിച്ച അപ്പോസ്തലന്മാരിൽ കൂടെ ആത്മാവ് എന്തെല്ലാം ചെയ്തു എന്നുള്ളതിൻ്റെ ചരിത്രമാണ്. ആ പുസ്തകം തീർന്നിട്ടില്ല, ഇന്ന് പകലും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ എവിടെയൊക്കെ ആത്മാവ് ഇന്ന് പകൽ ആരിക്കൂടൊക്കെയോ പ്രവർത്തിക്കുന്നോ അതെല്ലാം ഇന്ന് പകലും പരിശുദ്ധാത്മാവ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരിക്കലും അവസാനമില്ലാത്ത ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകമാണ്. 2-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ പ്രവേശനം അവർ കണ്ണുകൊണ്ട് കാണുകയാണ്, അവരെ ചെവി കൊണ്ട് കേൾക്കുകയാണ്, ആ സ്പർശനം അവർ ശരീരത്തെ അനുഭവിക്കുകയാണ്. ആ വെളിപ്പെട്ട ഒരഭിഷേകത്തിൽ ഒറ്റ പകൽ ഏതാണ്ട് 3000 കുടുംബങ്ങളുടെ കെട്ടങ്ങടിഞ്ഞു പോവുകയാണ്. 3000 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേരുകയാണ്. ആത്മാവിറങ്ങിയാൽ കുടുംബങ്ങളുടെ കെട്ടടിയും, ആത്മാവിറങ്ങിയ ആധിപത്യ പൈശാചിക പോരുകളഴിയും. വിശ്വസിക്കുന്നവർ ചേർന്ന് ഇന്ന് രാവിലെ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ആവർത്തിച്ചിവിടെ പറയാം. മനുഷ്യന്റെ പണി ആകാശത്തോളം ഉയരുന്ന പണി. ഇന്നത്തെ AI സിസ്റ്റമോ ഇന്നത്തെ ഏതെങ്കിലും ടെക്നോളജികൾ ഒന്നുമില്ലാഞ്ഞ കാലത്ത് പശയുള്ള മണ്ണും കുമ്മായവും ചേർത്ത് ഇഷ്ടികയുണ്ടാക്കി നിമ്രോദ് എന്ന ഒരു മനുഷ്യനെ കൊണ്ട് പണിത് അങ്ങ് മേളി വരെ എത്തി. പണിയിപ്പിക്കുന്നവൻ്റെ ലക്ഷ്യം അവൻ്റെ ചിറക് പോയി എഴഞ്ഞു നടക്കുന്നവന് മേളിലോട്ട് കയറാനൊക്കുന്നില്ല. മേളിൽ നിന്നവനെ വെട്ടി താഴെ ഇട്ടപ്പോൾ കയറാൻ മാർക്കുമില്ല. മരത്തെ വരെ കയറാനേ അവനൊക്കുന്നുള്ളൂ. അതിൻ്റെ മേളിലോട്ട് കയറാൻ സംവിധാനമില്ല. നിമ്രോദി കയറിയിട്ട് മേളോട്ട് കയറാൻ പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ തമ്പുരാൻ പാശ കലക്കി പൊളിച്ചു കളഞ്ഞു. ദൈവികമല്ലാത്ത ഒരു ഉയർച്ചയും അനുവദിക്കാത്ത ദൈവം. നല്ല സ്വോത്രമേ രാവിലെ പറയണം. എവിടുന്ന് വെട്ടേറ്റ് വീണോ അവിടെ കിഴഞ്ഞു കയറാൻ ശ്രമിച്ചവനെ ദൈവം വെട്ടി താഴെ ഇട്ടിട്ടും അവൻ ഞുഴഞ്ഞു കയറാൻ ശ്രമിച്ചെങ്കിൽ അപ്പോൾ അവനെ ഇങ്ങനെ കയറി വരുന്ന കണ്ടപ്പോ പണി കാണാൻ വേണ്ടി ഞങ്ങളാരും അല്ല ഇറങ്ങിയത്, സാക്ഷാൽ ദൈവം ഇറങ്ങി. ദൈവം ഇറങ്ങിയിട്ട് പാശ കലക്കി അവന്റെ പണിയെ പൊളിച്ച് ദൂരെ കളഞ്ഞു. ദൈവത്തിനും ദൈവസഭയ്ക്കുമെതിരെ ഉയരുന്ന എല്ലാ പണികളെയും സ്തോത്രം പറയണം. ആവർത്തിച്ച് ഞാൻ പറയുന്നു, ദൈവത്തിനും യഹോവയ്ക്കും അവന്റെ അഭിഷക്തനും സഭയ്ക്കുമെതിരെ ദുഷ്ടൻ കെട്ടി ഉയർത്തുന്ന സകല പണികളെ പൊളിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. ആത്മാവാഴത്തിൽ ഇടപെടുകയാ. ഓ പ്രൈസ് ദി ലോർഡ്. എന്താ 2000 വർഷങ്ങൾക്ക് മുമ്പേ കർത്താവ് ഈ ഉലകം വിട്ടു പോന്നതിന് മുമ്പേ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോയില്ലെങ്കിൽ കാര്യസ്ഥൻ വരത്തില്ല. ഞാൻ അവിടെ ചെന്നിട്ട് പിതാവിനോട് പറഞ്ഞ് കാര്യസ്ഥനെ അയക്കും. ആത്മാവ് നിങ്ങളുടെ മേൽ വരും. അത് പറഞ്ഞവൻ വിശ്വസ്തനായതുകൊണ്ട് പറഞ്ഞ പോലെ വന്നു. ഇന്ന് പകലും ആ ആത്മാവ് ഇവിടെ ഉണ്ട്. ഒരു സ്തോത്രം പറയണം. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനയിൽ പുറമെയുള്ള ജഡത്തിന്റെ ശക്തിയല്ല, അകത്തെയുള്ള ആത്മാവിന്റെ ശക്തി ജനത്തിന്റെ മേൽ വെളിപ്പെട്ടിറങ്ങി വരുമ്പോൾ അഴിയാത്ത യാതൊരു പോരുകളുമില്ല. വിശ്വസിക്കുന്നവർ ചേർന്ന്
ഓ റാബ ശന്തേ രഗല റൗഡ രമന, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പക്ഷെ തന്ത്രശാലിയായ പിശാചിനെ ശ്രദ്ധിച്ച് കേൾക്കണം. അവന്റെ എല്ലാ പദ്ധതികളും അവസാനം പൊളിയുക. ഒന്നാമത്തെ പദ്ധതി തലയെ തകർക്കുമെന്ന് പറഞ്ഞവൻ ജനിക്കരുത്. അത് ജനിച്ചപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഹാബേലാന്ന് വിചാരിച്ചു, ഹാനോക്കാന്ന് വിചാരിച്ചു, നോഹയാന്ന് വിചാരിച്ചു, മോശയാന്ന് വിചാരിച്ചു. വിചാരിച്ചവരെല്ലാം അവൻ പല നിലകളിൽ തകർത്തു. ശ്രദ്ധിച്ചിരിക്കണം. ഹാബേലാണ് എന്റെ തലയെ തകർക്കാൻ സാധ്യത എന്ന് ഇവന് തോന്നിയിട്ട് ഒറ്റയാഗം കൊണ്ട് അവന്റെ പരിപാടി തീർത്തു. ഹാനോക്കിന്റെ പ്രവചനം ഇവനെ വല്ലാതെ അലട്ടി. ഹാനോക്ക് നാക്കെടുത്ത പറയുന്നത്, 1000 ദൂതന്മാരുമായി എന്റെ കർത്താവ് വരും, നിന്നെ ന്യായം വിധിക്കും. ആ പ്രസംഗം കേട്ടവൻ ഇവനെ തകർക്കാൻ നോക്കി. പക്ഷെ തകർക്കുന്നതിന് മുമ്പ് സ്വർഗം അവനെ എടുത്തോണ്ട് പോയി. ഒരു സ്വോത്രം ഈ പകൽക്കാലം പറയണം. അവന്റെ കാതിന് സുഖിക്കാത്ത ദൂത് കേട്ടപ്പോൾ ഹാനോക്കിനെ എടുത്തു മാറ്റി. ദേശം മുഴുവൻ അവന്റെ വ്യാപാരം, സകല ദുഷ്ടതയും ലോകത്തിലായി. മനുഷ്യൻ മ്ലേച്ഛതയിലേക്ക് നീങ്ങി. ബോധിച്ചവരെ ഭാര്യമാരെടുത്തു. മനുഷ്യന്റെ ദുഷ്ടത പെരുകിയപ്പോൾ ആ തലമുറ മുഴുവൻ ദൈവത്തിന്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കി. ദുഷ്ടതയുള്ള ലോകത്തിൽ എന്റെ കൃപ പകരാൻ ഒരാളെ കിട്ടുമോ? നോക്കിയപ്പോൾ ഒരാളെ കിട്ടി, നോഹയെ കിട്ടി. സ്വത്രം പറയണം. ഇന്ന് പകലും ദൈവം ചിലരെ നോക്കുന്നുണ്ട്. ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ഈ തലമുറയിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ പ്രളയം ഒരുങ്ങും മുമ്പേ ദൈവത്തിന് വേണ്ടി പണിയപ്പെടുവാൻ ചിലതിനെ ഇന്ന് പകൽ ദൈവം ഒരുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവര് ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. നോഹയ്ക്ക് ദർശനം കൊടുത്തു, നോഹ പെട്ടകം പണിതു, ജലപ്രളയമുണ്ടായി, എല്ലാവരും ചത്തടിഞ്ഞു. നോഹയും കുടുംബവും രക്ഷപ്പെട്ടു. അവൻ വെറുതെ വിട്ടില്ല. ഉണങ്ങിയ നിലത്ത് മുന്തിരി നട്ടു, മുന്തിരി വിളഞ്ഞ് കായ്ച്ചു, അത് വീഞ്ഞാക്കി. നോഹ കുടിച്ചു. ബാക്കി നമുക്കറിയാം. നഗ്നത വെളിപ്പെട്ടു. ഏതെങ്കിലും എന്തോ ചെയ്തോ അത് വീണ്ടും ചെയ്തു. എന്റെ കൂടാണോ? ദൈവത്തിന്റെ കൂടെ നടന്ന ആദമിനെ നഗ്നനാകിയാൽ മരത്തിന് മറച്ചെങ്കിൽ, ന്യായവിധിയുടെ പ്രളയത്തിൽ നിന്ന് പെട്ടകത്തിൽ രക്ഷപ്പെട്ടവന് നഗ്നത വെളിപ്പെട്ടു. തലമുറ പോയി കണ്ടു, ശാപിക്കാൻ തുടങ്ങി, കൃപയെന്ന് വീഴിച്ചു. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞു വന്നു മോശ. വന്നു. മോശയെ കൊണ്ട് പ്രമാണമെറിഞ്ഞുറപ്പിച്ചു. മോശയെ കൊണ്ട് പാറയിൽ അധികം പ്രാവശ്യം അടിപ്പിച്ചു. മോശ കോപിച്ചു. ഫലം ദൂരെ നിന്ന് കണ്ടേച്ചു പോയി. പ്രാപിക്കാൻ ഒത്തില്ല. എന്റെ കൂടെ ഉണ്ടോ? അവൻ അടങ്ങിയിരുന്നു. ഇന്ന് പകലും അവൻ അടങ്ങിയിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ക്രൂശീകരണം തടയാൻ നോക്കി. ക്രൂശീകരണം തടയാൻ നോക്കി. ഒരു മലയുടെ മുകളിൽ കൊണ്ട് തെള്ളിയിട്ട് കൊല്ലാൻ നോക്കി. ജനത്തിന്റെ ഇടയിൽ വെച്ച് കല്ലെറിഞ്ഞു കൊല്ലാൻ നോക്കി. ഗദസമനയിൽ വെച്ച് രക്തം വാർന്നൊലിച്ച് അവിടെ വെച്ച് മരിക്കാൻ നോക്കി. കാരണം ലക്ഷ്യം ക്രൂശീകരണം നടക്കരുത്. ക്രൂശീകരണം നടന്നാൽ ഉൽപ്പത്തി 3:16 സംഭവിക്കും. അവന്റെ തല തകരും. മനസ്സിലാകുന്നുണ്ടോ? തല തകർക്കാതിരിക്കാനുള്ള എല്ലാ പണിയും നോക്കി. പക്ഷെ ക്രൂശീകരണം നടന്നു. മരിച്ചു കഴിഞ്ഞപ്പം ജീവിച്ച യേശുവിനെ കാട്ടി പേടി പിശാചിന് മരിച്ച യേശുവിനെ അവൻ സംഘടിപ്പിച്ച ആളിനെ കൂട്ടി പീലാത്തോസിനെ ചെന്ന്, പീലാത്തോസേ, ആ ചതിയൻ ഈ ദിവസങ്ങളിൽ പ്രസംഗിച്ചെല്ലാം ഈ മന്ദിരം പൊളിക്ക് 3 നാൾ കൊണ്ട് ഞാൻ പണിയും. യോന കടലാനയുടെ വയറ്റിരുന്ന പോലെ ഞാൻ 3 രാവും 3 പകലും എഴുന്നേറ്റ് വരും. അവന്റെ പ്രസംഗം മുഴുവൻ ഉയർക്കുമെന്നായിരുന്നു. അത് തടയണം. ഇന്ന് പകൽ തടയുന്ന ഒരു വ്യാപാരം, നിന്റെ അഭിഷേകത്തിന്റെ ഉയർച്ചയെ തടയുന്ന, നിന്റെ ഭാവി നന്മകളെ തടയുന്ന അന്യാരാധന മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് പകൽ ആത്മാവിന്റെ കരുത്തോടെ വിശ്വസിക്കുന്നവർ മൗനമായിരിക്കാതെ ഈ പകൽ ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ
ശ്രദ്ധിക്കണം, ജനിക്കാതിരിക്കാൻ നോക്കി, ജനിച്ചത് തെറ്റിദ്ധരിക്കപ്പെട്ട് കൊല്ലാൻ ശ്രമിച്ചു. യേശുവാന്നറിഞ്ഞപ്പോ പുറകെ നടക്ക. ഇപ്പം 40 ദിവസമായല്ലയോ, വിശക്കുന്നുണ്ടല്ലേ, എന്നാ പിന്നെ കല്ലപ്പമാകാൻ പറ. ഇങ്ങനെ വിശന്ന് നടക്കുന്ന എന്തിനാ? ശരീരത്തിന് പുഷ്ടിയൊക്കെ വേണ്ടേ? ചോദിച്ച ചോദ്യം കേട്ടോ നിങ്ങൾ? നീ ദൈവപുത്രനെങ്കിൽ എനിക്ക് അതൊന്ന് കൺഫേം ചെയ്താൽ മതി. എൻ്റെ തല തകർക്കുന്നവൻ നീയാണോ എന്നറിഞ്ഞാൽ മതി. നീ അപ്പം ഉണ്ടാക്കിയിട്ട് ഇവിടെ അപ്പക്കച്ചവടം നടത്താനല്ല, തട്ടുകട തുടങ്ങാനല്ല, ഹലോ, ദോശയും ഡബിൾ ഓംപ്ലേറ്റും വിൽക്കാനല്ല ഞാൻ വന്നേക്കുന്നത്. എനിക്കറിയണ്ടേ നീ തന്നെയാണോ അവൻ. ഞാൻ തെറ്റിദ്ധരിച്ച് പലരെയും തട്ടി, പക്ഷെ ഇപ്പോൾ യോർദാനി വെച്ച് പറഞ്ഞ് നീ ആണെന്ന്. എനിക്ക് നീ ആണോ എന്ന് റീകൺഫേം ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് നീ തന്നെയാണോ എന്ന് റീകൺഫേം ചെയ്യണം. അതിനവൻ വന്നേക്കുന്നല്ല അപ്പക്കച്ചവടം ചെയ്യാനല്ല. ഇന്ന് പകൽ അവൻ വന്നേക്കുന്ന നിന്നിലെ കൃപ എന്താണെന്നറിയാനാ, നീ ആരാന്നറിയാനാ, നിന്നിൽ പകർന്ന അഭിഷേകം എന്താണെന്നറിയാനാ, നിന്റെ ഭാവി മിനിസ്ട്രി എന്താണെന്നറിയാനാ. ഈ പകൽ അതിന്മേൽ നീ ജയമെടുക്കണം. ആരോടൊക്കെയോ തൊട്ടു ദൈവാത്മാവ് ഇടപെടുകയാ. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ അളവറ്റ വലിപ്പത്തെ അറിയാൻ. ഓ, ഈ പകൽ മൗനമായിരിക്കാതെ അശുദ്ധിയോടെ ശക്തിയോടെ ആ കരങ്ങൾ അടിച്ച് ഏറ്റവും ഉയരമുള്ള പള്ളിയുടെ മേളിൽ കൊണ്ടുപോയി ചാടാൻ പറഞ്ഞ് നന്നാക്കാനൊന്നുമല്ല. നീ ദൈവപുത്രനാണെങ്കിൽ ചാട്. അവൻ അറിയേണ്ടത് ഇവൻ തന്നെയാണോ. അവസാനം മരിച്ചു കഴിഞ്ഞപ്പോൾ ചെന്ന് പറഞ്ഞു അവൻ ഉയർക്കല്ലേ, കല്ലറ അധികം ഉറപ്പാക്കണം. പീലാത്തോസ് പറഞ്ഞു നിനക്കൊക്കെ എത്ര ഉറപ്പാക്കും അത്ര ആക്കിക്കോളാൻ പറഞ്ഞു. ഒന്ന് പറഞ്ഞ എല്ലാരും കൂടെ, ഈ 4-ാമത്തെ പകൽ എടാ പിശാചേ, നിനക്ക് ഉറപ്പിക്കാവുന്നതിന് മാക്സിമം ഉറപ്പീര്. പ്രാർത്ഥിക്കുന്നവനെതിരെ, ആരാധിക്കുന്നവനെതിരെ, ഓ നിനക്ക് എത്ര ഉയർപ്പിക്കാമോ അത്ര ഉയർപ്പീര്. ഹല്ലേലൂയ. വലിയ കല്ല് പിടിച്ചു വെക്കട്ടെ, ചങ്ങല കൊണ്ട് അതിനെ കെട്ടട്ടെ, റോമന്റെ മുദ്ര പതിപ്പിക്കട്ടെ, പട്ടാളത്തെ കാവൽ നിർത്തട്ടെ, ഇതെല്ലാം കൂടെ പൊളിയാൻ ആത്മാവ് ഇറങ്ങിയാൽ മതി. ആത്മാവ് ഇറങ്ങിയാൽ ഒറ്റ സെക്കൻഡ് ഇതെല്ലാം പൊളിയും. ഇന്ന് രാവിലെ ആത്മാവിനെ മനസ്സിലാകുന്നുണ്ടോ? ജനിക്കാതിരിക്കാൻ നോക്കി, ജനിച്ചതിനെ കൊല്ലാൻ നോക്കി, ജനിച്ചതിനെ ക്രൂശീകരണം തടയാൻ നോക്കി, മരിച്ചതിൽ ഉയർപ്പ് തടയാൻ നോക്കി. ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈ കാര്യം പറയേണ്ടിയവനെ 4 വഴിക്കാക്കി. 7 എണ്ണം അന്ന് തന്നെ മീൻ പിടിക്കാൻ പോയി, 2 എണ്ണം മെമ്മോസിലേക്ക് പോയി, ഒരാൾ കെട്ടിഞ്ഞാന്നു 10, ബാക്കി 2 എന്തിയെന്ന് അറിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുമൊത്തിലെ ചെതറിക്കും. അപ്പനെ അമ്മയും തമ്മിൽ, മക്കളെ മാതാപിതാക്കളെയും തമ്മിൽ, വിശ്വാസിയെ പാസ്റ്ററും തമ്മിൽ ചെതറിക്കുന്ന ഒരു വ്യാപാരം ഇന്ന് പകൽ അഴിയണം. വിശ്വസിക്കുന്ന മനമായിരിക്കരുത്. ചിതറിക്കുന്ന ദുഷ്ടവ്യാപാരത്തിന്മേൽ ഈ പകൽ ആത്മാവിൽ ജയിക്കാൻ. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞുടനെ മറിയോട് പറഞ്ഞു, മറിയേ നീ എന്നെ തുടരുത്, ഞാൻ പിതാവിന്റെ അടുക്ക് വരെ പോയിട്ട് വരാം. ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച റിപ്പോർട്ട് ഒന്ന് കൊടുത്ത് ഈ ആഴത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന ആത്മാക്കളെ അവിടെ ആക്കി ഞാൻ ഇപ്പൊ തിരിച്ചു വരും. തിരിച്ചു വരുന്നതിന് നീ പെട്ടെന്ന് ചെന്ന് എന്റെ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ ഉയർത്തെന്ന് പറയണം. സ്വത്രം പറഞ്ഞേ, ഞാൻ ഉയർത്തെന്ന് പറയണം. പ്രത്യേകിച്ച് പത്രോസിനോട് പറയണം, ഞാൻ
ഉയർത്തുന്ന അർത്ഥം എന്നാന്നറിയാമോ? താക്കോൽ അവന്റെ കയ്യില. അവൻ താക്കോൽ വെളിക്കിട്ടോണ്ട് മീൻ പിടിക്കാൻ പോയേക്കുക. താക്കോൽ അവന്റെ കയ്യിൽ. അവനോട് പറയണം ഞാൻ ഉയർത്തുന്ന. ഇന്ന് രാവിലെ ഒന്ന് പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റ ഒരു യേശു ഇവിടെ ഉണ്ട്. ഓ, നിന്റെ ചിതറിപ്പിക്കുന്ന പോരിനെ അഴിക്കണം. നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയിൽ ഭിന്നതകൾ വരുത്തുന്ന, സഭയ്ക്കകത്ത് ഭിന്നത വരുത്തുന്ന, ശുശ്രൂഷയിൽ കയ്പ് വരുത്തുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളുടെ മേൽ ഇന്ന് പോലെ ആത്മാവിന്റെ കരുത്ത് ജയമെടുക്കാൻ അല്പനിമിഷം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഭാഷ വെളിപ്പെട്ടാൽ കരവും ശബ്ദം ഉയർത്തി ഒരു നല്ല അല്ലരിയെ പറഞ്ഞേ. പല മേഖലകളിലെ ശത്രുവിന്റെ തന്ത്രങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുക. വിശ്വസിച്ച് ആരാധിച്ചോണം. ചിതറിക്കുന്ന വ്യാപാരം, ഭിന്നിപ്പിക്കുന്ന വ്യാപാരം, ഇടർച്ച കൊണ്ടിരുന്ന വ്യാപാരമൊക്കെ ഇന്ന് രാവിലെ ആത്മാവ് വെട്ടിക്കൊണ്ടിരിക്കുകയാ. ഒരു വലിയ ഐക്യതയിലേക്ക് ദൈവം നടത്തുന്ന പ്രാർത്ഥനയായത്. കർത്താവ് പിതാവിൻ്റെ ഒരു ഒരൊറ്റ മിനിറ്റ് ലേറ്റ് ആകാതെ പെട്ടെന്ന് വന്നു. നേരം പുലരുന്നതേ ഉള്ളൂ. വന്നിട്ട് നേരെ തിബരിയാസിൽ പോയി. നല്ല മഞ്ഞ് കാറ്റ് വന്നുകൊണ്ടിരിക്കുക. നല്ല കുളിരുന്ന തണുപ്പുണ്ട്. നേരെ വന്നിരിക്കുക. ഇരുന്ന് ഇങ്ങനെ മീൻ വറുത്തോണ്ടിരിക്കുന്നു. ആ ആണിയടിച്ച കൈ കൊണ്ട്, വെള്ളിയാഴ്ച ആണിയടിച്ച കൈയെ ഞായറാഴ്ച രാവിലെ മീൻ മറക്കുക. ആ ആണിയടിച്ച കാലുമടന്നാണ് തിബരിയാസിന്റെ കടയിൽ വന്നിരിക്കുക. പ്രൈസലോ. കടലിൽ പോയവരെ വിളിച്ചു വരുത്തി. അവരോട് പറഞ്ഞു വന്ന് കഴിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ആടുകളെ മേയ്ക്കും, മടങ്ങിപ്പോവും. അവരുടെ പിന്മാറ്റം മതിയാക്കി വിട്ടു. 7 പേരെ തിരിച്ചു കൊണ്ടുവരാൻ നല്ലൊരു ഫുഡ് കൊടുത്താൽ മതി. സ്തോത്രം പറഞ്ഞില്ല. നല്ല ഈ കടലിലെ സീ ഫുഡ് കിട്ടുന്ന കടയിൽ കൊണ്ടുപോയി ഒരു നല്ല ആഹാരം മേടിച്ചു കൊടുക്കാൻ മേലെ 7 എണ്ണം തിരിച്ചു പോരും. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പക്ഷെ എമ്മോസിലേക്ക് പോയി 2 എണ്ണം ഫുഡ് തിരുന്ന കേസല്ല. സ്തോത്രം. കർത്താവ് താനും അവരോട് ഇവരെ നേരെ വിട്ടേച്ച് ബാക്കി 2ന്റെ പുറകെ കർത്താവ് പോവാ. 12 മൈൽ. സ്തോത്രം. നമ്മളായിരുന്നു പറഞ്ഞ പോയോ പോട്ടെ, വേറെ 10 പേര് വരും. യേശു വിട്ടില്ല. ഉയർപ്പ് സാക്ഷീകരിക്കേണ്ടവനാ. കൂടെ പോയിട്ട് ഇവർ തർക്കിച്ചോണ്ട് പോവാ. ഇപ്പൊ കർത്താവ് വിഷയത്തിന് കയറി ഇടപെടുക. ഒരു സ്വത്രം പറയണം. വഴിയെ വന്ന ആള് അടുത്ത് ചെന്നു, ചേർന്ന് നടന്ന് ചോദിച്ചു, നിങ്ങൾ എന്തോ ഈ തർക്കിക്കുന്നേ? നമ്മുടെ വിഷയങ്ങളിൽ നമ്മുടെ അനുവാദം കൂടാതെ കയറി ഇടപെടുന്ന ഒരു യേശു. ഹല്ലേലൂയ പറയണം. നീ ഇന്ന് പകൽക്കാലം ഭാരപ്പെട്ട് ഭാര്യയും ഭർത്താവും തർക്കിച്ചും വാദിച്ചും വന്ന വിഷയത്തിന്മേൽ കർത്താവ് കയറി ഇടപെടുക. നിങ്ങൾ എന്നെ തർക്കിക്കുന്നേ? ഈ 2 പേരെന്ന് എഴുതിയേക്കുന്നത് ക്ലെയോഫാവും അവന്റെ ഭാര്യയുമാണെന്ന് നമ്മൾ മറ്റ് അധ്യായങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പ്രൈസലോ. അപ്പോൾ ഇവര് തർക്കിക്കുക. ഭാര്യ പറഞ്ഞു, ഞങ്ങൾ സഹോദരിമാർ രാവിലെ കല്ലറയ്ക്ക് പോയതാ. യേശുവിൻ്റെ അമ്മ മറിയ ഉണ്ടായിരുന്നു, സഹോദരി മറിയ ഉണ്ടായിരുന്നു, പിന്നെ മഗ്നലക്കാരത്തി മറിയ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നതാണ്, കല്ലറ തുറന്നിരിക്കുന്നത് കണ്ടതാണ്, ദൂതന്മാരെ കണ്ടതാണ്, കല്ല് ഉരുണ്ടിരിക്കുന്നത് കണ്ടതാണ്, യേശു ഉയർത്തിയത് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കിളവ് പറഞ്ഞ് നീ ചുമ്മാ അബദ്ധം പറയാതെ. ഹലോ, ഭാര്യയും ഭർത്താവും തമ്മിൽ ശന്തയാ ഉയർപ്പിന്റെ വിഷയത്തിൽ. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? പ്രൈസലോ. കർത്താവ് ഇടപെട്ടേച്ച് ചോദിക്കുകയാണ്, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധി, ബുദ്ധിഹീനരെ ഒരു സ്വത്രം പറഞ്ഞേ. ഇന്ന് പകരം നീ മറ്റൊന്നും വിശ്വസിച്ചില്ലെങ്കിലും ഈ പുസ്തകം നീ വിശ്വസിക്കണം. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. നീ മറ്റൊന്നും വിശ്വസിച്ചില്ലെങ്കിലും ഇന്ന് പകൽ ഈ പുസ്തകം വിശ്വസിക്കണം. പ്രവാചകന്മാര് പറഞ്ഞതെല്ലാം നീ ഇന്ന് രാവിലെ വിശ്വസിക്കണം. ഇപ്പൊ കർത്താവ് അവരെ വിളിച്ചത് റൈറ്റർ, റവറന്റ്, മോസ്റ്റ്, സെന്റർ, കേന്ദ്രമെന്നൊന്നും അല്ല വിളിച്ച്, സൂപ്രണ്ട്, പ്രസിഡന്റ് എന്നൊന്നും അല്ല വിളിച്ച്. കർത്താവ് പറഞ്ഞു, ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ,
എന്ന് പറഞ്ഞൊരു ഒറ്റ പ്രസംഗം. 12 മൈൽ നടന്ന്, ഇടയ്ക്ക് വെള്ളം കുടിക്കാതെ, സ്തോത്രം പറഞ്ഞില്ല, ഒറ്റ പ്രസംഗം. മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിലെ ക്രിസ്തു, യെശയ്യാവ് മുതൽ മലാക്കി വരെയുള്ള പ്രവാചക പുസ്തകത്തിലെ ക്രിസ്തു, സങ്കീർത്തനങ്ങളിലെ ക്രിസ്തു, ഒറ്റ പ്രസംഗം. 39 പുസ്തകം 12 മൈൽ കൊണ്ട് പ്രസംഗിച്ചു. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല? ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവിലേക്ക് മടക്കി വരുത്താൻ കർത്താവ് പഴയ നിയമങ്ങളിലെ പുസ്തകമെടുത്ത് ഒന്നൊന്നായി ഇവരോട് പറഞ്ഞു. പക്ഷെ ഇവർക്ക് യേശുവാ പറയുന്ന മനസ്സിലാകാതെ കണ്ണ് നിരോധിച്ചിരിക്കുക. ഒറ്റ വാക്കി പറഞ്ഞ തേജസ്സിന്റെ ക്രിസ്തുവിനെ വെളിപ്പെടാതെ കണ്ണുകൾ കുരുട്ടാക്കി വെച്ചിരിക്കുക. 4-ാമത്തെ പകൽ പല കുരുട്ട് കണ്ണുകളും തുറക്കണം. നിനക്ക് യഥാർത്ഥമായി യേശുവിനെ വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ കുരുട്ട് കണ്ണുകളുടെ ചെതുമ്പലുകളും ഇന്ന് രാവിലെ ഇവിടെ അടർന്നു വീഴണം. ആത്മനിയോഗത്തോടെ യേശു ചോദിച്ചു, എടാ ക്ലെയോഫാവേ, ഉൽപ്പത്തി 3:16 സ്ത്രീയുടെ സന്തതിയെ കുറിച്ച് പറഞ്ഞില്ലേ? കേട്ടിട്ടുണ്ട്. എടാ, അത് ഈ ഇന്നലെ ക്രൂശിച്ച യേശുവായിരുന്നടാ. അവൻ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് നിനക്കറിയത്തില്ലേ? എടാ, പുറപ്പാട് പുസ്തകത്തിൽ ഓരോ കുടുംബത്തിന് വേണ്ടി ആബിയു മാസം 10-ാം തീയതി സന്ധ്യയ്ക്ക് ഒരാടിനെ മാറ്റിക്കെട്ടിയില്ലേ? സകല വീട്ടിലും ആയിരക്കണക്കിന് ആടുകൾ 4 ദിവസം അലറി കരഞ്ഞില്ലേടാ? കരഞ്ഞു. 4-ാമത്തെ രാത്രി കരഞ്ഞ ആടിന്റെ എല്ലാം കരച്ചിൽ ഒന്നിച്ച് തീർന്നില്ലേ? ആ രക്തം ഭക്തന്റെ കൂടാൻ തളിച്ചില്ലേ? അന്ന് പറവോഞ്ഞ കൂടാൻ നിലവിളി ഉയർന്നില്ലേ? അല്ലല്ല, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടത് ഈ നിഴലായിരുന്നടാ. ആ കുഞ്ഞാട ഇവിടെ അറുക്കപ്പെട്ടത്. ഒരു സ്തോത്രം ഈ പകൽക്കാലം പറയണം. ഹല്ലേലൂയ. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു ഇന്ന് രാവിലെ ആ പൊരുളറിയുന്ന നീ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. പറവോന്റെ അടിമത്തത്തിന്റെ നുകങ്ങളെ ഒടിച്ചു കളഞ്ഞ ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദുഷ്ടൻ വെച്ച ചില നുകങ്ങളെ ദൈവം ഒടിക്കുകയോ. മൗനമായിട്ട് ആരും ഇരിക്കരുത്. അസാധാരണമായ ഒരു വലിയ ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 4 ദിവസങ്ങൾ നിർത്താതെ മാറ്റിക്കെട്ടിയ കുഞ്ഞാട് അലച്ചെങ്കിൽ 4-ാമത്തെ സന്ധ്യയ്ക്ക് അറുക്കപ്പെട്ടു. അതിന്റെ മാംസം ഭവനത്തിനകത്ത് വെച്ച് ചുട്ടു. അകത്ത് മാംസം, പുറത്ത് രക്തം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പറവോന്റെ കൂടാരത്തിൽ നിലവിളി തുടങ്ങി. ഈ ഉപവാസം കഴിയുമ്പോൾ നിന്നെ പീഡിപ്പിച്ചവന്റെ വീട്ടിൽ നിലവിളിയും നിന്റെ വീട്ടിൽ ആർപ്പും ഉയരുമെന്ന് ദൂത് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ചില കൂടാരങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ആർപ്പുയരാൻ പോകുകയാ. സഭയോട് ആത്മാവാരമായി ഇടപെടുകയാ. വിശ്വസിക്കുന്നവർ ഒരസാധാരണ ദൈവകൃപ ഇന്ന് രാവിലെ ഈ കോളിനകത്ത് ദൈവം പകരുകയോ. ചിലരുടെ മേൽ സ്വർഗം ഇന്ന് പലത് പകരുകയാ. ഹല്ലേലൂയ. ചില നുകങ്ങൾ ഒടിയട്ടെ. പറവോൻ വെച്ച നുകങ്ങൾ ഒടിയട്ടെ. ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഒടിയട്ടെ. ആഭിചാര മണ്ഡലങ്ങൾ തകരട്ടെ. അന്യാരാധന ശക്തികൾ ഉടയട്ടെ. ജനം ഈ പകൽ വിടുവിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ദേശം മുഴുവൻ നാറുക. അവിടെ തവള ചത്ത് കിടക്കുന്നു, ഇവിടെ നായി ചത്ത് കിടക്കുന്നു, അവിടെ പേഞ്ചത്ത് കിടക്കുന്നു. വെള്ളം മൊത്തം രക്തം, മൊത്തം ദേശം നാറ്റം. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരിടത്ത് നായിച്ച് ചത്തേന്റെ നാറ്റം, മറ്റടുത്ത് തവള ചത്തേന്റെ നാറ്റം, അടുത്തടുത്ത് പേഞ്ചത്തേന്റെ നാറ്റം. ഹല്ലേലൂയ. അതിനപ്പുറത്ത് പുണ്ണു വന്നതിന്റെ നാറ്റം, കുടിക്കുന്ന വെള്ളം മൊത്തം രക്തം, മൊത്തം നാറ്റം. 1, 2, 3, 9 ബാധ.
പക്ഷെ 10ാമത്തെ ബാധ ദൈവം നേരിട്ട് നടത്തുകയാ. നിനക്ക് ചെയ്യാൻ കഴിയാത്തത്, നിന്റെ ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്തത്, നിന്റെ മിനിസ്ട്രി ചെയ്യാൻ കഴിയാത്തത്, നിനക്ക് വേണ്ടി ഇറങ്ങി ചെയ്യുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ ഇവിടെയുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. നിനക്ക് അസാധ്യമെന്ന് തോന്നുന്ന ചിലത് ദൈവം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ഭക്തന് വേണ്ടി ഈ രാത്രി ചെയ്യുകയോ. ഇവിടെ ആട് കരഞ്ഞു, അവിടെ പറവോനും കൂട്ടരും കരഞ്ഞു. സ്തോത്രം. ഒരു കടന്നുപോക്ക്, ഒരു കടന്നുപോക്ക് ഇന്ന് രാത്രി, ഇന്ന് പകൽ നടക്കുക. ഒരു കടന്നുപോക്ക് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ ഭാവിച്ച വളരെ ചിന്തിപ്പിച്ചൊരു വാക്യം. അവർ ചെങ്കടലിന്റെ കരയ്ക്ക് വന്നപ്പോൾ ഒരു കിഴക്കൻ കാറ്റടിച്ചു. അങ്ങനെ എഴുതിയേക്കുന്നത്. ഇവിടെ കടലുള്ള സ്ഥലത്ത് പാർക്കുന്നത്, ഞങ്ങളൊക്കെ മലയോരത്ത് പാർക്കുന്നവരാ. ഞങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ വരുന്നേ ഉള്ളൂ. കടലൊക്കെ നിങ്ങൾ സ്ഥിരം കാണുന്ന. കിഴക്കൻ കാറ്റടിച്ചാൽ തിരമാല എങ്ങോട്ട് പോകും? നിങ്ങൾ പറഞ്ഞാൽ പടിഞ്ഞാട്ട് പോകും. അതല്ലേ എൻ്റെ ശരി. പക്ഷെ കിഴക്കൻ കാറ്റടിച്ചപ്പോൾ വെള്ളം രണ്ടായി. അതെന്നോ പ്രതിഭാസമാണ്. കാറ്റടിച്ച വെള്ളം ഒരു സൈഡിലോട്ടല്ലേ പോകണ്ടേ? കിഴക്കൂന്നല്ലേ കാറ്റ് വന്നേ. അപ്പം വെള്ളമെല്ലാം കൂടെ പടിഞ്ഞാറോട്ട് പോയിട്ട് ഒരു സൈഡിലല്ലേ വഴി ഉണ്ടാകണ്ടേ? അതല്ലേ ന്യായം. ഫ്രൈസലോ. പക്ഷെ കിഴക്കൻ കാറ്റടിച്ചപ്പോൾ കടൽ രണ്ടായി. ഹല്ലേലൂയ. നിന്റെ പാവനെ വരുന്ന വഴിയെ അല്ല ദൈവം തുറക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ബുദ്ധിക്കെത്താത്ത വഴി. സ്തോത്രം പറയണം. ഓ ഹല്ലേലൂയ. പിശാചിന്റെ ഐഡിയക്കകത്തില്ലാത്ത വഴി ഭക്തന് വേണ്ടി തുറക്കാൻ, കുഞ്ഞാടിന്റെ രക്തത്തളി ആചരിച്ചവന് വേണ്ടി തുറക്കാൻ എന്റെ ദൈവം ശക്തനാ. വിശ്വസിക്കുന്നവന് മാത്രമേ ഈ പകൽ. ഓ ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവഗുരു പ്രാപിച്ച ജനത്തോട് കർത്താവ് പറഞ്ഞു, നിങ്ങളെ യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണം എന്ന് പറഞ്ഞ് 7 പേരെ അങ്ങോട്ട് വിട്ടിട്ട് 2 പേരുടെ പുറകെ പോയി പറഞ്ഞു, എടാ പുറപ്പാടിൽ അറക്കപ്പെട്ട കുഞ്ഞാട് മിനിഞ്ഞാന്നാ, അത് നിങ്ങൾ വായിച്ചത് ഒരു നിഴലായിരുന്നു, പൊരുളാ നടന്നേ. ആ കുഞ്ഞാട് യേശുവായിരുന്നു. പ്രൈസലോ. എടാ ലേവ്യ പുസ്തകത്തിൽ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറത്തില്ലേ? എടാ അത് യേശുവായിരുന്നു. ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എടാ സംഖ്യാപുസ്തകത്തിൽ ഒരു കമ്പിന്മേൽ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തിയില്ലേ? അഗ്നിസർപ്പം പറന്നു കൊത്തിയപ്പോൾ വിഷം തിരിച്ചു വലിച്ചൊരു സാല്യ അഗ്നിസർപ്പമില്ലേ? പിച്ചള സർപ്പമില്ലേ? എടാ അത് യേശുവായിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. എടാ ആവർത്തന പുസ്തകത്തിൽ മോശ പറഞ്ഞില്ലേടാ, എനിക്ക് ശേഷം എന്നേക്കാൾ വലിയൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന്? അത് യേശുവായിരുന്നു. ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം യേശു ഒരൊറ്റ പോക്ക് 12 മൈൽ അല്ലെ ഉൽപ്പത്തി മുതൽ അങ്ങ് പോയി. എടാ യെശയ്യാവിൽ നിങ്ങൾ വായിച്ചില്ലേ? വായിച്ചു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അതാ ബേത്ലഹേമിൽ നടന്നേ. നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടു. അതാ കാൽവറി നടന്നേ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇതെല്ലാം കാലഘട്ടങ്ങളുടെ വാക്യമാകട്ടെ. ഒന്നിച്ച് വായിച്ച് വിഷയം ഉണ്ടാക്കല്ലേ. നമുക്കൊരു ശിശു നൽകപ്പെട്ടു, അതാ ബേത്ലഹേമിൽ നടന്നത്. നമുക്കൊരു മകൻ നൽകപ്പെട്ടു, അതാ കാൽവറി നടന്നത്. ഇനി അടുത്ത വാക്യം നടക്കാൻ പോകുന്നേ ഉള്ളൂ. ആധിപത്യം അത് നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് രാവിലെ വിശ്വസിച്ച് ആരാധിച്ചേ. ഒറ്റ വാക്യത്തിൽ യുഗങ്ങളുടെ ചരിത്രമുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ പൈതലെ യേശുവിന്റെ മഹത്വത്തിന്റെ ശക്തി നീ അറിയണം. എടാ പ്രവാചകൻ പറഞ്ഞില്ലേ 30 കാശിന് വിൽക്കുമെന്ന്? പ്രവാചകൻ പറഞ്ഞില്ലേ കരുത കുട്ടിപ്പുറത്ത് വാഹനമേറുമെന്ന്? ഒരു സ്തോത്രം പറഞ്ഞേ. ഓ ഇതെല്ലാം അങ്ങനെ പറഞ്ഞ് വീടിന്റെ പടിക്കലെത്തിയപ്പോൾ മുൻപോട്ട് വന്ന പാപം കാണിച്ചു. പോകാനൊന്നുമല്ല, ഇത്രയും നേരം യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് വീട്ടിൽ കയറാൻ വിളിക്കുമെന്നറിയാനാ. അല്ലാതെ കുമ്പനാട് കൺവെൻഷന് പോയപ്പോൾ യേശു വീടിന്റെ നായെന്നുള്ള നെയിം ബോർഡ് മേടിച്ചോണ്ട് ഒട്ടിച്ചെന്നല്ല. യേശുവിനെ യഥാർത്ഥമായി അകത്ത് കയറ്റാൻ. അപ്പൊ നേരെ സന്ധ്യ. എപ്പം പുറപ്പെട്ട
അന്ന് തന്നെ രാവിലെ നേരെ സന്ധ്യ. അപ്പൊ എത്ര മണിക്കൂർ നടന്നറിയാമോ? അപ്പൊ അവര് പറഞ്ഞു തനിച്ചാക്കിയിട്ട് പോവാല്ലേ. അപ്പൊ ഈ പറഞ്ഞവനിൽ ഒരു ആശ്രയം കണ്ടെത്തി. ഹലോ, ഒരു വഴിപോക്കനാന്ന് ഓർത്തോണം, പരദേശിയാന്ന് അവർ തന്നെ പറയുന്നു. ഈ സംഭവിച്ചൊന്നും പരദേശിയായ നീ മാത്രം അറിഞ്ഞില്ല. അപ്പൊ പുള്ളിക്കാരൻ ഈ നാട്ടുകാരനല്ലെന്നുള്ളതല്ലേ ഇടപെടുന്നത്. പരദേശിയാന്ന് മനസ്സിലായി, വഴിപോക്കനാന്ന് മനസ്സിലായി. പക്ഷേ 12 മണിക്കൂറെ കൂടെയുള്ള യാത്രയിൽ ഇവനിൽ ഒരു അഭയമുണ്ടെന്ന് മനസ്സിലായി. ഓ ഹല്ലേലൂയ. അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ തനിച്ചാക്കിയിട്ട് പോവാണോ? നേരം വൈകുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ഇരുട്ടായി തുടങ്ങി. ഓ ഹല്ലേലൂയ. അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം ഒറ്റ വാക്കി പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ യേശു താനും അകത്ത് ചെന്നു. അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എന്നെ വളരെ ചിന്തിപ്പിച്ച വാക്യാ. നമ്മുടെ ഭാവിച്ചാനും എന്നോട് പറയാണ്, ഉച്ചയ്ക്ക് പാസ്റ്റർ ഹോട്ടലിൽ പോകാനായിരുന്നു, ഹോട്ടലിൽ കൊണ്ടുവന്നില്ല, വീട്ടിൽ കൊണ്ടുപോവാ, പാസ്റ്റർ വീട്ടിൽ വരണം എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി കഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ വീട്ടിൽ കൊണ്ടുപോവാ. വീട്ടിൽ ചെന്നിട്ട് ഞാൻ അകത്ത് കയറി ചോറെടുത്ത് ഭാവിച്ചാനും കൊടുക്കാന്ന് പറഞ്ഞ അല്ല, അത് സംഭവിക്കുമോ? അമ്മാമ്മ എന്നെ അടുക്കള കയറ്റുമോ? ഒരല്ലിയെ പറഞ്ഞേ. വഴിപോക്കനായി വന്ന പരദേശിയായ ആൾ അകത്ത് കയറി. പക്ഷെ അവൻ അപ്പം എടുത്ത് ഇവർക്ക് ഒരു സ്വോത്രം പറയണം. അതിഥി ആതിഥേയനായെന്ന് വിളിച്ച് കയറ്റിയാ മതി. കയറ്റിയ കുടുംബത്തിന് നായകനായിട്ട് അവൻ മാറും. നല്ല സ്വോത്രം പറയണം. ഓ ഹല്ലേലൂയ. വിളിച്ചു കയറ്റിയവൻ കുടുംബത്തിന്റെ നായകനായി. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഇവന്റെ അരമുറി കുപ്പൂസിരിക്കുന്ന ആരുടെ കയ്യിലാണെന്നറിയാമോ? 40 വർഷം വിതയ്ക്കാതെ കൊയ്യാതെ മന്ന കൊടുത്തോന്റെ കയ്യിൽ. ബാലന്റെ 5 അപ്പത്തെ 5000 പേർ കൊടുത്ത് 12 മിച്ചമെടുത്തോന്റെ കയ്യിൽ. വിളിച്ചു കയറ്റി നിന്റെ ചെറിയത് അവന്റെ കൊടുത്താൽ പിന്നെ അത് വർദ്ധിക്കുന്നവന്റെ കയ്യിലാ. സ്വോത്രം ഈ പകൽ പറയണം. എന്നോട് ദൈവാത്മാ പറയുന്നു, ചില കുടുംബത്തിന്റെ ശൂന്യതകൾ മാറാൻ പോകുകയാ, ചില വ്യക്തികളുടെ ഇല്ലായ്മ മാറാൻ പോകുകയാ. പ്രവചന ദൂത് ഏറ്റെടുത്ത് ആരാധിക്കട്ടെ. ഇന്നലകളിലെ ചില ശൂന്യതകൾ ഇന്ന് പകൽക്കാലം മാറുകയാ. ഈ ദൈവം തരാൻ തുടങ്ങിയ പിന്നെ അതിന് അളവൊന്നുമില്ല. എത്ര പേര് സന്തോഷിക്കുന്നു? ഈ നിന്നെ പുലർത്താൻ കാക്കയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന് ദൈവം പറഞ്ഞല്ലേ. എന്നിട്ട് ആ കാക്ക ഏതാന്ന് തപ്പി ഏലിയാവ് നടന്നോ? ഇല്ല. കാക്കയെ കണ്ടപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കാറില്ല, രാവിലെയും വൈകിട്ട് ഓരോ നേരമേ കഴിക്കാറുള്ളൂ. അത് എൻ്റെ മെനു അപ്പോൾ ഇറച്ചിയാണ്, അല്ലാതെ മറ്റ് സാധനമൊന്നും ഞാൻ കുഴിമന്തിയോ കരിമന്തിയോ ഒന്നും ഞാൻ കഴിക്കത്തില്ല. ഞാൻ ഈ 2 ഐറ്റമേ. ഹലോ എന്ന് വല്ലതും കാക്കയോട് പറഞ്ഞോ? ഇല്ല. കാക്കയോട് അപ്പം ചോദിച്ചോ? ഇല്ല. കൊണ്ട കൊടുത്തേച്ചു പോയി. ചൂരച്ചയുടെ ചൂണ്ടി കിടന്നപ്പോൾ അപ്പം ചോദിച്ചോ? കൊണ്ട കൊടുത്തേച്ചു പോയി. അതേ ദൈവം പറഞ്ഞു, സരാഫാത്തിൽ ഒരു വിധവയോട് നിന്നെ പുലർത്താൻ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഈ വിധവ കൊണ്ട് കൊടുത്താ പോരെ? കാക്കയോട് പറഞ്ഞ പോലെ വിധവയോടും കൽപ്പിച്ചേക്കുമല്ലേ. പക്ഷെ മനുഷ്യനായതുകൊണ്ട് മനുഷ്യന്റെ ഈ കൊടുത്താൽ പിന്നെ ഏത് പ്രവാചകനും ചോദിക്കണം, എനിക്ക് ഒരു മുറി അപ്പം തരാമോ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാമോ, നിങ്ങൾ എൻ്റെ കൂടെ ആണോ? ഹല്ലേലൂയ. ഈ കാക്കയോട് കൽപ്പിച്ച അതേ ദൈവം സരാഫാത്തിലെ വിധവയോട് കൽപ്പിച്ചേ അല്ലേ? അങ്ങനെയാണെങ്കിൽ കാക്ക കൊണ്ട കൊടുത്ത പോലെ ഏലിയാവിന് കൊണ്ട് കൊടുക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നീ പിന്നെ പോയി യാചിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, മനുഷ്യരിൽ പറ, പ്രഭുക്കന്മാരിൽ എവിടെ ആശ്രയിച്ചോണം? അവൻ തരാൻ തുടങ്ങിയാൽ അളവില്ല കേട്ടോ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഇവരെ എല്ലാം കൂടെ ഒന്നിച്ചുകൊണ്ട് മർക്കോസിന്റെ മാളിക മുറി കയറ്റി കഥ അടച്ചു. 10 ദിവസം 240 മണിക്കൂർ. രാവിലെ പി.സി. ചെറിയാൻ പ്രസംഗിക്കുന്നു, വൈകിട്ട് ബാബു ചെറിയാൻ പ്രസംഗിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ അനീഷ് പ്രസംഗിക്കുന്നു, വൈകിട്ട് അടുത്ത ആൾ പ്രസംഗിക്കുന്നു, ലാസ്റ്റ് ദിവസം ബാബുച്ചായൻ പ്രസംഗിക്കുന്നു. അങ്ങനെ പ്രസംഗിച്ചെന്നാണോ എഴുതിയേക്കുന്നേ? എൻ്റെ കൂടെ ഒന്ന് വരണം ഒരു മിനിറ്റ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉപവാസ യോഗങ്ങളെല്ലാം പ്രസംഗയോഗമായിട്ട് മാറുമല്ലേ?
എന്നെ തെറ്റിദ്ധരിക്കല്ലേ. 10 ദിവസം പത്രോസ് പ്രസംഗിച്ചോ? ഇല്ല. യാക്കോബോ യോഹന്നാനെ പ്രസംഗിച്ചോ? ഇല്ല. 10 ദിവസം എന്തുവായിരുന്നു പരിപാടി? പറ. പ്രാർത്ഥന. വിഷയം എന്തുവായിരുന്നു? പറഞ്ഞ വാഗ്ദത്തം തരണം, ചെന്നിട്ട് അയക്കാമെന്ന് പറഞ്ഞത് തരണം. ഈ ഒറ്റ വിഷയം പ്രാർത്ഥിക്കുക. സ്തോത്രം പറയണം. പ്രാർത്ഥിക്കാൻ സമയം കൂടുതലെടുത്താൽ ആലയം പ്രാർത്ഥനാലയമായി വിളിക്കപ്പെടും. പ്രസംഗിക്കാൻ കൂടുതൽ സമയമെടുത്താൽ ആലയം പ്രസംഗാലയമായിട്ട് മാറും. ഏതാകണമെന്ന് നമ്മൾ ഇന്ന് പകൽ തീരുമാനിച്ചോണം. നമ്മുടെ വീടുകൾ പ്രാർത്ഥനാലയമായി മാറണം. നമ്മുടെ സഭകൾ പ്രാർത്ഥനാലയമായി മാറണം. സഭയ്ക്കകത്ത് പറ്റിയ പരാജയം പണം കുറഞ്ഞതല്ല, ഹോള് കുറഞ്ഞതല്ല, ആള് കുറഞ്ഞതല്ല, പ്രാർത്ഥന കുറഞ്ഞതാ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥന വെളിപ്പെട്ടാൽ അഴിയാത്ത ഒരു പോരുമില്ല. വിശ്വസിക്കുന്നവര് മാത്രം ചേർന്ന് ആ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് നമ്മുടെ സഭകൾ പ്രാർത്ഥനാലയങ്ങളായി മാറട്ടെ. ഒരിക്കലും നമുക്ക് കരമേർ നല്ലൊരു ഹല്ലേലൂയ പറയാം. അങ്ങനെ കാത്തിരുന്നവരുടെ മേൽ 10ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടു ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഓരോരുത്തർക്ക് ഉച്ചരിപ്പാൻ ദൈവം കൊടുത്ത ഭാഷയിൽ അവര് സംസാരിച്ചു. പാച്ച പൊളിച്ചു മനുഷ്യന്റെ പണിയെ പൊളിച്ചു. പാച്ച തന്ന സഭയുടെ പണി തുടങ്ങി. സ്തോത്രം പറയണം. ഒന്നുകൂടെ ആവർത്തിച്ച് ഞാൻ പറയുന്നു, മനുഷ്യന്റെ പണി, പിശാചിന്റെ പണി പാച്ച കലക്കി പൊളിച്ച് കയ്യിലോട്ട് കൊടുത്തു. യേശു പറഞ്ഞു, ഞാൻ പണിയുന്നത് പാച്ച തന്ന സഭയ്ക്ക്. പാച്ച തന്നത് സഭ പണിയാനാ. ഏറ്റെടുക്കുന്നവർ, അന്യ ഭാഷയുള്ളവര് ഇന്ന് രാവിലെ അഭിഷേകത്തോടെ ഒരു നിമിഷം ചേർന്ന് അന്യ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കട്ടെ. ഓ രാബബാ രഗാദര രമനെ റൗഷ സൈഡ രബാബബാ. നമ്മളെ കൊണ്ട് ഈ തന്ത്രശാലി തെറ്റിദ്ധരിപ്പിച്ചു. പാട്ട് പാടുന്നവർ ആവേശത്തിലായി, അവരുടെ സംഗീത ഉപകരണങ്ങൾ ആവേശത്തിലാകുമ്പോൾ നമുക്കൊരു പരവേശം കയറി. ആ പരവേശത്തിൽ ഒടുവി പറയുന്ന 2 അന്യഭാഷയെ അഭിഷേകം എന്നുകൊണ്ട് പരുവത്തിലാക്കി നമ്മളെ. അല്ലേ പറഞ്ഞില്ല? ഇത് പരവേശം വരുമ്പോൾ പറയുന്ന 2 അന്യഭാഷയല്ല. നിന്റെ വീട്ടിലെ പ്രാർത്ഥനയിൽ അന്യഭാഷയെ പ്രാർത്ഥിക്കണം. വൈകിട്ടത്തെ രാവിലത്തെ പ്രാർത്ഥനയിൽ ഞാനൊരു ഗ്യാരണ്ടി തരാം. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവന്റെ വീടിന്റെ 7 അയലോക്കത്ത് പിശാച് വരത്തില്ല. അവൻ ഭയപ്പെടും. കാരണം അവനെ കരിക്കുന്ന തീ ആത്മാവ്. വിശ്വസികൾ ദൈവത്തെ ആരാധിക്കണം. സഭയ്ക്കകത്ത് ഈ ദിവസങ്ങളിൽ ഓരോ കുടുംബത്തിൽ ആത്മാവിന്റെ ആരാധന വെളിപ്പെടുവാൻ അത് നമ്മുടെ പിതാക്കന്മാര് മനസ്സിലാക്കി കേട്ടോ. നമ്മുടെ പിതാക്കന്മാർ ചെയ്ത പരിപാടി ഒന്ന് കേട്ടെ. അവർക്ക് ഈ സംഗീതോപകരണം ഒന്നുമില്ല. ആകെ ഉള്ളത് 8-9 ഇടത്ത് ഈ തമ്പേർ കൊണ്ട് അടി കൊണ്ട് പൊട്ടിയ തമ്പേർ. അത് അന്ന് കൊണ്ടുപോയി മെയിൻ്റെനൻസ് ചെയ്യാൻ കാശില്ലാത്ത കൊണ്ട് റബ്ബറിൻ്റെ പാലിനകത്തോട്ട് തുണി മുക്കിയിട്ട് തുണി എടുത്ത് ഒട്ടിക്കും. അപകടമെന്ന് പറഞ്ഞ് ഇങ്ങനെ ക്രൂശ് പോലെ ഒട്ടിക്കും. തമ്പേറിൻ്റെ കമ്പ് മേടിക്കാനും തമ്പേറിൻ്റെ കമ്പുള്ള കടയില്ല. അതിന് അവരൊരു കമ്പിൻ്റെ അറ്റത്ത് തുണി ചുറ്റിട്ട് അത് റബ്ബർ പാലിൽ മുക്കി ഒരു കമ്പ് പോലെ ആക്കും. പക്ഷെ അതടിക്കുമ്പോൾ പൂത് ഇളകുമായിരുന്നു. ഇതെല്ലാം അടിച്ചിട്ടും പൂത് ഇളകുന്നില്ലല്ലോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് അവരെ ആദ്യം ചെയ്യുന്ന പരിപാടി രക്ഷയുടെ നിർമ്മലമായ സുവിശേഷം പറയും. രക്ഷയുടെ ദൂത് കേൾക്കുന്നവൻ കരഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെടും. അന്നത്തെ മാനസാന്തരം എല്ലാം കരഞ്ഞുകൊണ്ടായിരുന്നു. കാരണം അവന് ഭയങ്കര പാപബോധം ഉണ്ടാവും. ഒരു കാന്താരി ആയിരിക്കും അവൻ മൂട്ടിച്ച്, ഒരു തേങ്ങ ആയിരിക്കും അവനെടുത്ത്, ചെറിയ വിഷയമായിരിക്കും. പക്ഷെ ചെറിയ വിഷയം പോലും ആത്മാവ് ആ സാധു പാസ്റ്റർ കൂടെ വെളിപ്പെടുത്തും. പാസ്റ്റർക്ക് ഡോക്ടറേറ്റ് ഒന്നുമില്ല, പക്ഷെ കൃപയുണ്ട്. സ്വതന്ത്രം പറയണം. അപ്പൊ ഈ ജനത്തിന് പാപബോധം ഉണ്ടായിട്ട് കരഞ്ഞ് അവർ കർത്താവ് രക്ഷിതമായി സ്വീകരിക്കും. അങ്ങനെ കരഞ്ഞു മാനസാന്തരപ്പെട്ടവരോട് പറയും, നീ ഈ പഴയ മനുഷ്യനെ കൊണ്ട് കുഴിച്ചു തരും.
അവനെ കൊണ്ടുപോയി ചെണ്ടയൊക്കെ കൊട്ടി പരമ്പൊക്കെ തോളത്ത് വെച്ച് ജാഥയായിട്ട് ഇവനെ ജയിലിൽ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന പോലെ ഇവനെ നിർത്തിക്കൊണ്ടുപോയി ചെണ്ട കൊട്ടിക്കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തി ഇവന്റെ പഴയ മനുഷ്യനെ ഒഴുക്കി വിട്ടിട്ട് ഒരു പുതിയ മനുഷ്യൻ എഴുന്നേറ്റ് വരും. ഒരല്ലേ വരണം. അപ്പൊ സഭയ്ക്കകത്ത് വരുന്ന എല്ലാം പുതിയ സൃഷ്ടിയാണ്. അവന്റെ സ്തോത്രം പുതിയത്, കയ്യടി പുതിയത്, ആരാധന പുതിയത്, പഴയതൊന്നും അവിടെ ഇല്ലായിരുന്നു. ഒരല്ലേ പറഞ്ഞേ, സഭ എന്നും പുതിയതാ. ആലുവേ, സഭയ്ക്കകത്ത് പഴയതില്ല കേട്ടോ. പഴയ വിശ്വാസിയും പുതിയ വിശ്വാസിയും സഭയ്ക്കകത്തില്ല. സഭയ്ക്കകത്തെല്ലാം പുതിയതാ. കണ്ടാലും സകലവും പുതുതായി തീർന്നു. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. സഭയ്ക്കകത്തെല്ലാം പുതിയതാ. അടുത്ത പരിപാടി ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവന് വേണ്ടി കാത്തിരിപ്പ് യോഗം വെക്കുക. കാത്തിരിപ്പ് യോഗം വെച്ചിട്ട് അതിനായിട്ടുള്ള സ്പെഷ്യലിസ്റ്റുമാരുണ്ട്. ആ കാലത്ത് മാങ്ങാനം ജോസഫ് ഉപദേശി, വാര്യാപുരം ജോനാച്ചൻ ഉപദേശി എന്ന് വേണ്ട ആ അറിയപ്പെടുന്ന ശക്തന്മാരായ ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി ഇവരെല്ലാം കൊണ്ടിരുത്തിയിട്ട് ചുറ്റും നിർത്തി പാട്ടുപാടി ആരാധിച്ചു വചനം പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ഇവരെ ആത്മസ്നാനത്തിലേക്ക് നടത്തും. ചിലരൊക്കെ വെളിപ്പാടോടുകൂടി അഭിഷേകം പ്രാപിക്കും, ചിലർ കൃപാവരങ്ങളോടെ പ്രാപിക്കും, ചിലർ ഭൂതശാന്തിയോടെ പ്രാപിക്കും, ചിലർ ഭാഷാപരത്തോടെ പ്രാപിക്കും, ചിലർ വ്യാഖ്യാനപരത്തോടെ. അങ്ങനെ വിവിധ വരങ്ങളാൽ സഭ അധികം പേര് 10-20 പേരെ കാണത്തുള്ളൂ. പക്ഷേ സഭ ശക്തമാകുക. ഒരല്ലേ പറയണം ഹല്ലേലൂയ. അന്ന് കാത്തിരിപ്പ് യോഗം വെക്കുന്നത് ഈ വിശ്വാസി നിലനിൽക്കണമെങ്കിൽ അവൻ എന്തോ വേണം? അഭിഷേകം. അഭിഷേകത്തിൽ സഭ നിറഞ്ഞാൽ അകത്ത് വരുന്ന പാപി ക്ഷണത്തിൽ മാനസാന്തരപ്പെടും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അഭിഷേകം പ്രാപിച്ചവനാണ് വക്രതയും കോട്ടവുമുള്ള ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് വേർപാട് പാലിക്കുന്നത്. വേർപെട്ടവനാണ് പ്രാർത്ഥിച്ച് അപ്പം നുറുക്കി ദൈവത്തെ ആരാധിക്കേണ്ടത്. അല്ല, എല്ലാവരും കൂടെ ആരാധിക്കുന്നതല്ല ആരാധന. ഒരു സ്വോത്രം പറഞ്ഞത് ഹല്ലേലൂയ. അങ്ങനെയുള്ള ആരാധനയിലേക്ക് ഇവരുടെ മേൽ അഭിഷേകം വന്നപ്പോൾ 120 പേരും ഒന്നിച്ചാത്മാവിലായി. അപ്പോൾ തൊട്ട് വലിയ ദൂരമില്ലാതെ യെരൂശലേം ദേവാലയത്തിൽ പെന്തക്കോസ് നടക്കുക. പെസഹ കഴിഞ്ഞു, പെന്തക്കോസ് പെരുന്നാളായി. പെന്തക്കോസിന്റെ പെരുന്നാളിൽ 12 ഗോത്രത്തിലെ മുഴുവൻ ആളും വന്നേക്കുന്ന ആളുകളെല്ലാം കൂടെ ഒന്ന് എൻജോയ് ചെയ്ത് അടുത്ത പെന്തക്കോസിനും വരാൻ വേണ്ടി ഇവരെ ആകർഷിക്കുന്ന മുഴുവൻ പരിപാടി പള്ളി കമ്മിറ്റി ചെയ്തിട്ടുണ്ട്. കയ്യഫാവിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി, കന്നാവിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു കമ്മിറ്റി, എല്ലായിടത്ത് പള്ളിപ്രമാണികളുടെ നേതൃത്വത്തിൽ വേറൊരു കമ്മിറ്റി എടുത്ത് ഒരിടത്ത് നാടകം, ഒരിടത്ത് കഥാപ്രസംഗം, ഒരിടത്ത് ബാല, ഒരിടത്ത് വെടിക്കെട്ട്, ഒരിടത്ത് ആനയെഴുന്നള്ളത്ത്, ഒരിടത്ത് അമ്പാരി എന്ന് വേണ്ട സകല പരിപാടി. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. കാരണം വന്നവൻ ബോറടിച്ച് പോകല്ലേ. അവൻ്റെ എല്ലാം പോകല്ലേ പൈസ മേടിക്കാൻ വേണ്ടി ആടിനെ യാഗം കഴിക്കൊണ്ട് ആട് അവിടെ നിൽക്കുന്നു, പ്രാവിന് വേണ്ടി പ്രാവ് നിൽക്കുന്നു, പശുവിനെ വേണ്ടി പശു നിൽക്കുന്നു. എല്ലാത്തിനും വിലയിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്നവൻ അവിടെ വന്ന് പൈസയ്ക്ക് വിഷമിക്കേണ്ട, പൈസ മാറി കിട്ടുന്ന എക്സ്ചേഞ്ച് അവിടെ ഉണ്ട്. അവിടുത്തെ പൈസ ആക്കി കൊടുക്കുന്ന എക്സ്ചേഞ്ചുകൾ നാണ്യപീഠങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് ആളിരിക്കുന്നു. പിന്നെ ഈ ആടിനെ മേടിച്ചാൽ അതിൻ്റെ കമ്മീഷൻ പുരോഗതിന് കിട്ടും. ഇതെല്ലാം ഭയങ്കര ബിസിനസ് നടക്കാം. നിങ്ങളൊരു സ്വോത്രവും പറയുന്നില്ല, മനസ്സിലാകുന്നില്ലേ? പണ്ട് പ്രാർത്ഥനാലയം ഇപ്പം എന്തായി മാറി? ബിസിനസ് സ്ഥാപനമായിട്ട് മാറി. അതാ കർത്താവ് മറിച്ചിട്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ശ്രദ്ധിച്ചേ, ഇവരെല്ലാം കൂടെ ഒരൊറ്റ ഓട്ടം. ഇത് കേട്ടപ്പോൾ എന്തോ കേട്ടപ്പം 120 പേരുടെ വായിൽ നിന്ന് പുറപ്പെട്ട ആത്മാവിന്റെ ഭാഷ കേട്ടപ്പോൾ ഈ തടഞ്ഞു നിർത്തിയവരെല്ലാം കൂടെ ഒറ്റ ഓട്ടത്തിന് മർക്കോസിന്റെ മാളികയുടെ മുന്നേ വന്നു. 3000 പേരാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല. 30,000 പേരോ 3 ലക്ഷം പേരോ വന്ന് കാണുമെന്ന എൻ്റെ വിശ്വാസം. തെറ്റുണ്ടെന്ന് നിങ്ങൾ തിരുത്തിയത്, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. 12 ഗോത്രം കൂടെ വന്നതല്ലേ. പക്ഷേ 3000 പേര് സ്നാനപ്പെട്ടു. പുസ്തകത്തിൽ 30,000 വന്നാലും 3 ലക്ഷം വന്നാലും എഴുതത്തില്ല. നിങ്ങൾ 3 വരുവോ 30 വരുവോ ഒന്നും വിഷയമല്ല. പുസ്തകത്തിൽ സ്നാനപ്പെട്ടവരുടെ പേര് എഴുതത്തുള്ളൂ. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയണം.
ഇന്ന് പകൽ ഇതിനകത്ത് സ്നാനപ്പെടാത്തവൻ ഉണ്ടെങ്കിൽ ഞായറാഴ്ചക്ക് മുമ്പ് സ്നാനപ്പെട്ടോണം. അതുകൊണ്ടാണ് കർത്താവ് ഇന്നലെ വരാതെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നീയുടെ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നോണം. സന്തോഷമുണ്ട്, സ്വത്രം പറഞ്ഞേരെ. ഹല്ലേലൂയ. നീ ഒരു ദിവസം പോലും സ്നാനം വെച്ചു താമസിപ്പിക്കല്ലേ. സ്നാനം വെച്ചു താമസിക്കാതെ നീ സ്നാനപ്പെട്ട് യേശുവിനോട് ചേരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കിക്കേ, പാശ പൊളിച്ച് പണി പൊളിച്ചു, പാശ തന്ന് പണി ആരംഭിച്ചു. നല്ല അല്ലല്ലേ പറയണം. പക്ഷെ 9-ാം അധ്യായത്തിൽ സഭയ്ക്കെതിരെ എഴുന്നേറ്റ ശൗലിന്റെ മാനസാന്തരം. അനനിയാസ് എന്ന സാധു ഉപദേശിയെ വിട്ട് അവന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു വേലയ്ക്ക് വേർതിരിക്കും. ഒരു പാവപ്പെട്ട പെൺകുട്ടി തയ്യൽ നോക്കിയായിട്ട് ജീവിച്ച് ആ കൊച്ചു മരിക്കുന്നു. പത്രോസ് പോയി ആ കൊച്ചിനെ എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ വലിയ അമാനുഷികമായ ആത്മാവിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഈ വരുമ്പം ആഹാരം കിട്ടാതിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അതിനൊരു 7 വരെ തിരഞ്ഞെടുത്തു. പന്തിരി വരെ ശുശ്രൂഷയും കഴിഞ്ഞ് വരുമ്പോൾ പട്ടിണി കിടക്കാതിരിക്കാൻ 7 വരെ തിരഞ്ഞെടുത്തു. ഇനി ആഹാരത്തിന്റെ ഷോർട്ടേജ് വരല്ലേ, അതിനുവേണ്ടി 7 വരെ തിരഞ്ഞെടുത്തു. പക്ഷെ പത്രോസ് വന്നപ്പോൾ ഒരു പുള്ളി ശമരിയെ പ്രസംഗിക്കാൻ പോയേക്കാം, പീലിപ്പോസ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പുള്ളി പരസ്യോധന് പോയേക്കാം. അടുത്ത പുള്ളി സ്തേഫാനോസ് യെരൂശലേമിൽ പോയേക്കാം പ്രസംഗിക്കാൻ. വന്നപ്പോൾ മേശപ്പുറത്ത് ചോറ് കിട്ടില്ല. അപ്പോൾ പോപ്പെന്നുള്ള നിലയിൽ ഇവരെല്ലാം കൂടെ സീനിയർ പാസ്റ്റർ വഴക്ക് പറയാൻ പോയില്ല. പുള്ളി ആ സമയം പ്രാർത്ഥിക്കാൻ പോയി. നമ്മൾ വായിച്ച വാക്യത്തിലോട്ട് വരിക, അവരല്ലേ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പത്രോസ് ആഹാരം കിട്ടേണ്ട സമയത്ത് ആഹാരം കിട്ടാഞ്ഞത് കൊണ്ട് നേരെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ ഇവിടെ പ്രാർത്ഥിക്കുന്ന അറിയാതെ അങ്ങ് കൈസരി ഒരു പട്ടാള തലവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തന്റെ പ്രാർത്ഥനാ വിഷയം, എനിക്ക് ഈ പ്രാവശ്യം കമാൻഡർ ആകണം, പ്രൊമോഷൻ കിട്ടണം. അതാണോ? അല്ല. എൻ്റെ കൊച്ചിന് IELTS പാസ്സാകണം. അതാണോ? അല്ല. എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കണം. അതാണോ? ഇതൊന്നും തൻ്റെ വിഷയമല്ല. നിങ്ങൾ അല്ലേലിയെ പറഞ്ഞില്ല. അതെല്ലാം ഇതിനകത്ത് കിട്ടിക്കോളും. പക്ഷെ എനിക്ക് ഈ പ്രാർത്ഥന മനുഷ്യനെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ഒന്നുകൂടെ നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ച മക്കളെ. 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നലിയോസ് എന്ന പേരുള്ള ഒരു ശതാധിപനുണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ നിർത്തി വായിച്ച് നല്ല മിടുക്കി. അവൻ ഭക്തനും പട്ടാളക്കാരൻ. ആരാണ് ഭക്തൻ? ആഴ്ച കോട്ട മേടിക്കാൻ പോകുന്ന പുള്ളിയല്ല. മിണ്ടുന്നില്ല. അതിപ്പോ ഞാൻ അടിച്ചില്ലെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന മേടിച്ച് അടുത്ത കൊടുത്താൽ നമുക്ക് പൈസ കിട്ടുമല്ലോ. ഹലോ, നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ട് കുടിക്കല്ലെന്നല്ല ഉള്ള. പക്ഷെ എനിക്ക് ഫ്രീ ആയിട്ട് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ഇരുന്ന് നല്ല ബെസ്റ്റ് സാധനമല്ല, അത് മേടിച്ചപ്പോൾ അടുത്ത ആളിനെ കൊടുത്താൽ എന്നെ കുഴപ്പം. അവൻ ബിവറേജിന് അവന് പോയി ക്യൂ നിൽക്കണ്ടല്ലോ. ഞാൻ മേടിച്ച് വീട്ടിൽ കൊണ്ട്. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവൻ പട്ടാളക്കാരനായിരിക്കുമ്പോൾ തന്നെ അവന്റെ 1-ാമത്തെ ക്വാളിറ്റി ഭക്തനാണ്. 2, തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ. അവനും അവന്റെ വീട്ടുകാർക്കും ദൈവഭയം ഉണ്ടായിരുന്നു. ഒരു സ്വോത്രം പറയണം, അത്യാവശ്യമായിട്ടൊരു സ്വോത്രം പറയണം. ഈ ഉൽപ്പത്തി 3:10 ഒന്ന് വായിച്ചേ. 3:10, ഉൽപ്പത്തി 3:10. പെട്ടെന്ന്. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നവൻ പറഞ്ഞു. ഒന്ന് സഹകരിച്ചിട്ട് നോക്കി എല്ലാവരും. ഈ ദൈവത്തിന്റെ ഒച്ച കേൾക്കുന്നതിന് മുമ്പേ മാതാ നഗ്നനല്ലേ? അതെപ്പോഴാന്ന് ചോദിച്ചാൽ അമ്മാമ്മ എപ്പോൾ ഫ്രൂട്ട്സ് കൊടുത്തു അപ്പോൾ പുള്ളി തുണി പോയി. ഇത്രയുള്ള കാര്യം. ഞാനിപ്പോൾ എൻ്റെ ഹീബ്രു പറയണോ? അല്ല, എന്നൊന്ന് ശ്രദ്ധിച്ചു. അതിൻ്റെ ഹീബ്രു അരാമ്യ ഭാഷകൾ ഞാനീ പറയണോ? വളരെ ലളിതമല്ലേ. അമ്മാമ്മ എപ്പോൾ കൊണ്ട് അച്ഛന് പഴം കൊടുത്തു അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? തേജസ് പോയി. റാന്നിയിലെ ഭാഷ കുഴപ്പമില്ല അല്ലേ? അവരല്ലേ പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ അച്ഛന് ഈ തുണി ഇല്ലാണ്ട് പുള്ളി അതൊന്നും അറിയുന്നില്ല. പുള്ളി പിന്നെയും ഫ്രൂട്ട്സ് പറിക്കുന്നു, കച്ചവടം ചെയ്യുന്നു, ഭയങ്കര പരിപാടി അകത്ത് നടക്കുക. ഇതൊന്നും പുള്ളിക്ക് വിഷയമല്ല. പക്ഷേ നേരം വൈകിയപ്പോൾ ദൈവത്തിൻ്റെ ഒച്ച തോട്ടത്തിൽ കേട്ടു. എന്തോ കേട്ടു? ദൈവത്തിന്റെ ഒച്ച. അപ്പോൾ പുള്ളിക്ക് ഭയമായി. ദൈവജനത്തിന്റെ ഭയം പോകാൻ കാരണം എന്നറിയാമോ? സഭകൾക്ക് 5000 വാട്സിന്റെ സിസ്റ്റമുണ്ട്.
3.5 ലക്ഷം രൂപയുടെ ഓർഗനും റിതംപാടും റംസെറ്റും പിന്നെ ട്രിപ്പിളും തമ്പേറും എല്ലാം ഉണ്ട്. പ്രൈസലോ. സഭയ്ക്കകത്ത് കേൾക്കേണ്ട ഉപദേശിയുടെ ശബ്ദമല്ല, സഭയ്ക്കകത്ത് കേൾക്കേണ്ട 5000 വാട്സിന്റെ ശബ്ദമല്ല, സഭയാകുന്ന കെട്ടിയടച്ച തോട്ടത്തിൽ കേൾക്കേണ്ട ദൈവത്തിന്റെ ശബ്ദമാണ്. സന്തോഷമുണ്ട്. നല്ല ഒരു കയ്യടി കൊടുക്കണം ഇന്ന് രാത്രി, ഇന്ന് പകൽ. ഹല്ലേലൂയ. സഭയാകുന്ന തോട്ടത്തിൽ, സഭയാകുന്ന തോട്ടത്തിൽ, സഭയാകുന്ന തോട്ടത്തിൽ നിന്റെ നഗ്നതയുടെ പാപം ബോധ്യപ്പെടാൻ. ഓ, കൈ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ഇവൻ രാവിലെ തൊട്ടേ തേജസ് പോയി നഗ്നനായി നടക്കുക. പക്ഷെ പുള്ളിക്ക് ഒന്നും ഒരു വിഷയമല്ല. പക്ഷെ വെയിലാറിയപ്പോ തോട്ടത്തിൽ ദൈവത്തിന്റെ ഒച്ച കേട്ടു. ഒച്ച കേട്ടപ്പോൾ അവൻ ഭയപ്പെട്ടു പോയി. അവൻ ഓടി ഒരു മരത്തിന് ഒളിച്ചു. ദൈവം ചോദിച്ചു, നീ എവിടാ? അവൻ പറഞ്ഞ മറുപടി, നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകയാൽ. അപ്പൊ നോക്കിയേ, ഒച്ച കേട്ടില്ലെങ്കിൽ 3 വർഷം ഇടിരുന്നാലും ഭയമൊന്നും. നിങ്ങളുടെ മുഖത്ത് തന്നെ ഒരു മവളിപ്പ്. ഞാൻ ആദാമിന്റെ കാര്യമല്ലേ പറയുന്നത്? നിങ്ങൾ എന്നെ കറിയിച്ച് നോക്കുന്നത്. ഒരല്ലിയ പറഞ്ഞേ, മനസ്സിലാകുന്നുണ്ടല്ലോ. ഒന്നുകൂടെ അല്ലിയ പറയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്റെ ശബ്ദം കേട്ടപ്പോ പേടിച്ചെന്നല്ല, സെൻട്രൽ പാസ്റ്ററുടെ ശബ്ദം കേട്ട് പേടിച്ചെന്നല്ല, സൂപ്രണ്ടിന്റെ കേട്ട് പേടിച്ചെന്നല്ല, ദൈവത്തിന്റെ ശബ്ദം. ഇന്ന് പകൽ, ഈ 4ാമത്തെ പകൽ, തോട്ടത്തിൽ, കുടുംബത്തിൽ, തലമുറയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ മാത്രമേ ഭയമുണ്ടാകത്തുള്ളൂ. എനിക്ക് ക്രൂശേ കിടന്ന കള്ളനോട് ഭയങ്കര ബഹുമാനമാണ്. അവൻ യേശുവിന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തില്ല. മോട്ടിക്കാൻ പോകുന്ന മീറ്റിംഗിൽ കൂടാൻ പോകും. അവനും അവൻ്റെ കൂട്ടുപ്രതിയും കൂടെ വീട് അപകരിക്കാൻ പോകുന്നു, ബാങ്ക് കൊള്ളയിടാൻ പോകുന്നു, ATMന്റെ ബോക്സോട് എടുത്തുകൊണ്ട് പോകാൻ പോകുന്നു, അല്ലെ കൊലപാതകം ചെയ്യുന്നു, വ്യഭിചാരം ചെയ്യുന്നു. ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ മുൻപോട്ട് പോയി ക്രൂശേ കിടന്നപ്പോൾ അവൻ എഴുതിയിരിക്കുകയാണ്, എടാ, കൂട്ടുപ്രതിയോട് ചോദിക്കുക, എടാ ഇത്രയൊക്കെ ആയില്ലേടാ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ക്രൂശേ വരെ കയറിയില്ലേടാന്ന് ചോദിച്ചേ. ഹലോ, ഇനി സംഭവിക്കാൻ ഒന്നുമില്ല. ക്രൂശേ വരെ കയറിയല്ലോ, ഇത്രയൊക്കെ. എന്നിട്ട് നിനക്ക്, ബാക്കി നിങ്ങൾ പറഞ്ഞേ, ദൈവഭയം. അതാ ചോദിച്ചേ. ക്രൂശേ കിടന്നുകൊണ്ട് സഹപ്രതിയോട് ചോദിക്കുകയാണ്, എടാ ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് ദൈവഭയം? അപ്പൊ ഇവൻ എന്തോ ഉണ്ടായി? ദൈവഭയം ഉണ്ടായി. അവന്റെ ഒന്നാമത്തെ ക്വാളിറ്റി, അവന് ദൈവത്തെ ഭയമുണ്ടായി. ദൈവത്തെ ഭയമുണ്ടെങ്കിൽ ആലയത്തിൽ നിന്നുകൊണ്ട് മൊബൈലും വിളിക്കത്തില്ല, ചാറ്റത്തുമില്ല, ഞുള്ളത്തുമില്ല, മാന്തത്തുമില്ല, അന്യോന്യം ചെവി വർത്താനം പറയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലെ പിള്ളേരെ പോലെ ഇന്റർവെല്ലിന് ഇറങ്ങിപ്പോകത്തില്ല, കഴിഞ്ഞ് പിന്നെ കയറി വരത്തില്ല. ഇതൊന്നുമില്ല. കാരണം അവൻ ദൈവത്തെ ഭയപ്പെട്ടിരിക്കുകയല്ലേ. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ അവൻ കുശൂഷിക്കത്തില്ല, കമന്റ് അടിക്കത്തില്ല, ഒന്നും അവൻ ദൈവത്തെ ഭയപ്പെട്ടിരിക്കുക. ഇന്നിപ്പോ നീ ഇരിക്കുന്ന സ്ഥലം ദൈവത്തിന്റെ സാന്നിധ്യമാണെന്നറിയണം. യാക്കോബ് രാവിലെ ഉറക്കമുള്ളപ്പോൾ ഭയപ്പെട്ടു പോയി. ഓ, ഇത് വാസ്തവമായി ദൈവത്തിന്റെ ആലയം, ദൈവം ഇവിടെയുണ്ട്, ഞാനത് അറിഞ്ഞില്ല. ഇന്ന് രാവിലെ ദൈവത്തിന്റെ സാന്നിധ്യം നീ അറിയണം. ഓ പോരാ, ഈ പകൽ വിശ്വസിക്കുന്നവര്, നിന്റെ നടുവിൽ ദൈവമുണ്ട്, നടുവിൽ ദൈവമുണ്ട്, നിന്റെ നടുവിൽ ദൈവമുണ്ട്. ഓ രാബാബാ ശബ്ദരദര വൈഡരമനേ. ഹല്ലേലൂയ. രണ്ടാമത്തെ അവന്റെ വെളിപ്പാട്, എടാ നമ്മൾ ന്യായമായ ശിക്ഷ അനുഭവിക്കുക. എല്ലാവരും പറഞ്ഞേ, അതെന്തൊരു വെളിപ്പാടാ. ഇവിടെ ഇന്ന് വരെ തൂക്കിക്കൊല്ലാൻ മരിച്ചൊരു പ്രതി എനിക്ക് ലഭിച്ച ശിക്ഷ ന്യായമായതാന്ന് പറഞ്ഞ് ഞാൻ വായിച്ചിട്ടില്ല. ഏതെങ്കിലും പ്രതി പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഇവൻ കറക്റ്റ് പറയാണ്, എടാ നമ്മൾ ന്യായമായ ഇതുവരെ ചെയ്ത് കൂട്ടിയതിൻ്റെയൊക്കെ ഇപ്പോൾ അനുഭവിച്ചോ മനസ്സിലാകുന്നുണ്ടേ. നമ്മൾ ചെയ്ത് കൂട്ടിയതിൻ്റെ ന്യായമായ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. പക്ഷെ അടുത്ത വാക്ക്, ഇവനോ അരുതാത്തത് അത് ഇവനോട് ആര് പറഞ്ഞു? ഓ നോക്കി, യേശുവിനെ കുറിച്ചുള്ള അവന്റെ വെളിപ്പാട് കണ്ടോ? ഇവനോ അരുതാത്തത്. തീർന്നില്ല. എടാ, റോമൻ ഗവൺമെന്റിന് എന്നെ ക്രൂശിച്ചു കൊല്ലാൻ കഴിയും, എൻ്റെ ഈ ജഡത്തെ കൊല്ലാൻ കഴിയും,
എൻ്റെ ദേഹത്തെയും ദേഹിയെയും കൊല്ലാൻ ഒരു റോമൻ ഗവൺമെൻറ് കഴിയത്തില്ല, ഒരു കൈസർക്കും ഒക്കത്തില്ല, പീലാത്തോസിനും ഒക്കത്തില്ല, ഹേരോദാനും ഒക്കത്തില്ല. പക്ഷെ ഈ കിടക്കുന്ന ആരാന്നറിയാമോ? എൻ്റെ ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളാൻ കഴിവുള്ളവനാണ്. അടുക്ക കിടക്കുന്നതിനെ വിവേചിച്ച് ഇന്ന് പകൽ സ്വോത്രം പറയണം. യേശു ആരാന്ന് അറിഞ്ഞിട്ട് ഇന്ന് വന്ന് ദൈവത്തെ ആരാധിക്കണം. ദേഹിയെയും ആത്മാവിനെയും കൊന്ന് നരകത്തിൽ തള്ളാൻ കഴിവുള്ള പിന്നെ അവൻ ഒറ്റ വിളിയാ കേട്ടോ, യേശുവേ നീ രാജത്വം പ്രാപിക്കും. അതൊരു ഭയങ്കര വെളിപ്പാടവന്റെ. നീ രാജത്വം പ്രാപിക്കും. അന്ന് എന്നെ ഒന്ന് ഓർത്തോണം. യേശു നോക്കി 3.5 വർഷം എൻ്റെ കൂടെ നടന്ന് ഞാൻ അവൻ്റെ കാലും കഴുകി, അവൻ്റെ പടകും നിറച്ച്, അവന് കൊടുക്കാവുന്ന എല്ലാ നന്മയും കൊടുത്ത് എൻ്റെ തേജസ് വരെ മറുമലയെ കൊണ്ട് കാണിച്ച് അവനോട് ഇന്നിപ്പോൾ അല്പം മുമ്പേ ഒരു സ്ത്രീ ചോദിച്ചോ പറഞ്ഞു, എനിക്ക് അവനെ അറിയത്ത് പോലും. എന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞ പത്രോസിനേക്കാൾ എത്രയോ ഭേദമായി. ആദ്യമായിട്ട് കണ്ട് ഇവൻ്റെ അറിവ്. സ്വതന്ത്രം പറയണം. 3.5 വർഷം കൂടെ അവൻ അറിയത്തില്ലെന്ന് 3 പ്രാവശ്യം തള്ളി പറഞ്ഞ് പ്രാഗി ആണയിട്ട് മുടി പിച്ചി പറിച്ച് ആകെ വിഷയം ഉണ്ടാക്കിയപ്പോൾ എന്നെ ക്രൂശെ വെച്ച് മാത്രം കണ്ട് പരിചയമുള്ളപ്പോൾ ഞാൻ ആരാന്നറിഞ്ഞല്ലോ. ഒരു സ്വോത്രം ഈ പകൽക്കാലം പറയണം. നീ മറ്റൊന്നും അറിഞ്ഞില്ലെങ്കിലും നിന്റെ വീണ്ടെടുപ്പുകാരൻ ആരാന്നറിയണം, നിന്റെ രക്ഷകൻ ആരാന്നറിയണം, നിന്നെ വിളിച്ചവൻ ആരാന്നറിയണം. അറിഞ്ഞിട്ട് അവന്റെ നാമത്തിന് തക്ക മഹത്വം ഇന്ന് പകൽക്കാലം നീ കൊടുക്കണം. ഹല്ലേലൂയ. ചേർന്ന് കരമെഴുതി സ്വോത്രം പറഞ്ഞേ. പ്രിയരെ, നിങ്ങൾ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം. ആ മനുഷ്യനോട് ആ ക്ഷണത്തിൽ കർത്താവിന്റെ പ്രോഗ്രാമിൽ പോലുള്ള കേസല്ലെന്ന് എൻ്റെ ചിന്തയും. സ്തോത്രം. പക്ഷെ എന്നേരം കർത്താവ് പെട്ടെന്ന് ഇവന് വേണ്ടി മാത്രം ഒരു പ്രോഗ്രാം. നീ ഇന്ന് എൻ്റെ കൂടെ പർദീസയിൽ ഒരല്ലേ പറഞ്ഞു. പർദീസയിലോട് കർത്താവ് അവൻ മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് വന്നു. ബദ്ധന്മാരോട് സുവിശേഷം പറയാൻ ഇറങ്ങിച്ചെന്നപ്പോൾ ഇവനെയും കൂടെ കൊണ്ടുപോയെ. ഒരു സ്വോത്രം പറയണം. ഒറ്റ നിമിഷം കൊണ്ട് അവന്റെ പദവി മാറി, ലെവല് മാറി. അല്ലെ, അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം നീ അറിയേണ്ടവനെ അറിയേണ്ടിയ പോലെ അറിഞ്ഞാൽ നിന്റെ ലെവൽ ഈ പകൽ മാറുകയാ. വിശ്വസിക്കുന്നവര് മാത്രം, വിശ്വസിക്കുന്നവര് മാത്രം. ഹല്ലേലൂയ. ഈ ഭക്തനായ പൗലോസ്ലീഹ ഈ ക്രൂശിനെ ഒന്ന് വിവേചിച്ചൊരു വാക്യം എഴുതി കേട്ടോ. ഈ ഇപ്പുറത്ത് ദുഷിച്ചു പറഞ്ഞവന്റെ പേര് പൗലോസിട്ട് നശിച്ചു പോന്നവൻ, അപ്പുറത്ത് കിടക്കുന്നവന്റെ പേര് പൗലോസിട്ട് രക്ഷിക്കപ്പെടുന്നവൻ, നടുക്ക് കിടക്കുന്നതിന് പേരിട്ട് ക്രൂശിന്റെ വചനം, ക്രൂശെ കിടക്കുന്ന വചനം. ഒരു സ്വോത്രം പറഞ്ഞേ. എന്നിട്ട് പൗലോസ് എഴുതി, ക്രൂശിന്റെ വചനം നശിച്ചു പോന്ന ഇവന് പോഷത്വമാ, രക്ഷിക്കപ്പെട്ട അവന് ദൈവശക്തിയ. ഈ പകൽക്കാലം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ക്രൂശിന്റെ വചനത്തിൽ രക്ഷിക്കപ്പെട്ട് ദൈവശക്തി അനുഭവിക്കുന്ന ലെവലിലേക്കൊന്നായി തീരുവാൻ. ഹല്ലേലൂയ. ഞാൻ വേഗം മടങ്ങി വരട്ടെ. ശ്രദ്ധിച്ചേ, അവൻ ദൈവ ഭയമുള്ളവൻ, തന്റെ സകല കുടുംബത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുകയും. ജനത്തിന് വളരെ ഒന്ന് നിക്കണേ. അച്ഛന് ദൈവഭയം ഉണ്ടായപ്പോൾ അച്ഛന് ഫേസ് സിറ്റി ചർച്ചിൽ, അമ്മയ്ക്ക് ദൈവഭയം ഉണ്ടായപ്പോൾ അമ്മ ന്യൂ ഇന്ത്യ ചർച്ചിൽ, പിള്ളേർക്ക് ദൈവഭയം ഉണ്ടായപ്പോൾ ഇൻഡിപെൻഡന്റ് ചർച്ചിൽ, കൊച്ചുമക്കൾക്ക് വെളിപ്പാടുണ്ടായപ്പോൾ അവര് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ചർച്ചിൽ. 7 വഴിക്ക്. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. എന്നിട്ട് മലയാളം പോലും ശരിക്കും അറിയത്തില്ലാത്ത അച്ചായൻ പറയുന്നത് അവനെ മലയാളം അപ്പോൾ കൊണ്ട് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഇംഗ്ലീഷ് ചർച്ചിൽ പോയതാണ്. പക്ഷെ പട്ടാളക്കാരനായ ശതാധിപനായ കൊർന്നലിയോസ് താൻ ദൈവത്തെ സേവിച്ച് പിള്ളേരെല്ലാം 4 വഴിക്കല്ല. ഒരുത്തൻ എരി കടിച്ച പാൻറ്, ഒരുത്തൻ പട്ടി അള്ളിയ മുടി, ഒരുത്തൻ പൂച്ച അപ്പിയ തലിമുടി എല്ലാം ഇട്ടുകൊണ്ട് നടക്കുകയല്ല. ഒന്നും മിണ്ടുന്നില്ല. സ്വോത്രം പറയണം. പിന്നെ നല്ല സ്വോത്രം പറയണം. നീ പോന്ന വഴിക്ക് നിന്റെ തലമുറ വരണം. നീ സേവിക്കാൻ ദൈവത്തെ തലമുറ സേവിക്കണം. 4 വഴിക്ക് പോകല്ലേ. സന്തോഷമുണ്ടെ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് പോലെ ആത്മാവ് വിവേചിച്ച് പറയുകയാണ്, ആരാധിക്കുന്നവനല്ല. പിന്നെ ഇവിടുന്ന് ശനിയാഴ്ച ഫ്ലൈറ്റ് കയറി എടുത്തും പോയി ടിൻ സിറ്റിയിൽ, തിങ്കളാഴ്ച ഡ്യൂട്ടിക്ക് പിന്നെ ടിൻ സിറ്റിയിൽ നിന്ന് വരിക. എടാ, ഇവിടെ ഫേസ് സിറ്റിയിൽ ആരാധനയില്ല, നീ ടിൻ സിറ്റി പോണോ? അപ്പൻ ഫേസ് സിറ്റിയില്ലേ, മോൻ ടിൻ സിറ്റിയിൽ. കൈപൊക്കമൊന്നും വേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ മതി. എന്നെ വൈകിട്ട് വെറുതെ വിട്ടേക്കണം. ഞാൻ പ്രായമുള്ളൊരു മനുഷ്യനെ ഉപദ്രവിക്കല്ലേ. എങ്കിലും വെച്ചാൽ ദൂത് പറയാതിരിക്കാൻ ഒക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
കൊർന്നല്യോസ് ശതാധിപനാ, പട്ടാളത്തിന്റെ 100 പേരുടെ അധിപൻ. പക്ഷെ അവൻ പ്രാർത്ഥിക്കുന്നവനാ. സ്തോത്രം പറയണം. അവൻ ഭക്തനാ. അവൻ തന്റെ കുടുംബത്തോടൊപ്പം ദൈവത്തെ ഭയപ്പെട്ടവനാ. അപ്പൊ ഭാര്യയ്ക്ക് ദൈവഭയമുണ്ട്, പിള്ളേർക്ക് ദൈവമുണ്ട്, കൊച്ചുമക്ക് ദൈവം. അല്ലല്ലേ പറഞ്ഞേര്. അടുത്ത വാക്യം. ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് ലോക്കോ? എപ്പോഴും പ്രാർത്ഥിക്കുന്നവർ മാത്രം ഒന്ന് കൈപൊക്കിക്ക്. എപ്പോഴും പ്രാർത്ഥിക്കുന്നവർ. പേസിറ്റില്ല, റാന്നീലുമില്ല. അപ്പൊ നിങ്ങൾ വിഷമിക്കുമോ? നമ്മുടെ റാന്നീലും. പക്ഷെ ഈ മനുഷ്യൻ ഇത്രയും ഡ്യൂട്ടികളും എനിക്ക് മനസ്സിലാകാത്ത കാര്യം. ഇത്രയും ഡ്യൂട്ടി 100 പട്ടാളക്കാരോട് ഒരുത്തോണ്ട് പോകാൻ പറഞ്ഞു, വരാൻ പറയുന്നു. അതിനിടയ്ക്ക് പുള്ളി എപ്പോഴും എന്നാ ഒരു മൗളിപ്പ്. ഇവൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും ദാനം ചെയ്യുകയും ധർമ്മം കൊടുക്കുകയും ചെയ്യും. ദാനം ചെയ്യുകയും ധർമ്മം കൊടുക്കുകയും ചെയ്യും. എപ്പോഴും പ്രാർത്ഥിക്കും. ഭക്തൻ, ദൈവത്തെ ഭയമുള്ളവൻ. വല്ലല്ലേ പറഞ്ഞത്. അടുത്ത വാക്യം. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ, വെളിപ്പാടെല്ലാം സ്പഷ്ടമാണ്. ഈ ചത്ത മീൻ്റെ കൂട്ട് പാതി കണ്ണടച്ചോണ്ടിരുന്ന പലതൊക്കെ വെളിവുകേടായിട്ട് കാണും. അല്ല സഭയിൽ വന്ന് എഴുന്നള്ളിക്കൊന്നും ചെയ്യല്ലേ, അത് വെളിവുകേടാ. അതുകൊണ്ട് കണ്ണ് അടച്ചിരിക്കണം. നല്ലപോലെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ കണ്ണ് പകുതി അടച്ചോണ്ടിരിക്കല്ലേ, മൊത്തമായിട്ട് എന്ത് ചെയ്യണം? ഇവൻ നല്ലപോലെ കണ്ണടച്ചിട്ടുണ്ട്. കണ്ട ദൂത് വെളിപ്പാട് സ്പഷ്ടമായിട്ട് ഒരു വെളിപ്പാട് കണ്ടു. ദൂതൻ വായിച്ചു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. പേര് വിളിച്ചപ്പോ മിക്കുണ്ടായ മോളെ ഇങ്ങോട്ട് നോക്കിയേ. കൊർന്നല്യോസിന്റെ പേര് വിളിച്ചപ്പോ കൊർന്നല്യോസ് എന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. നമ്മുടെ ദൈവത്തിന്റെ ദൂതന് വിക്കില്ല. നല്ല അല്ലേ പറയണം. ഇതിനെല്ലാം വിവേചിച്ചോണം. ഈ അഭിഷേകമാണെന്നും പറഞ്ഞ് വിക്കിയൊക്കെ പറഞ്ഞൊന്നും ഇതിനകത്ത് ഉള്ളതല്ല. ദൂതൻ വെളിപ്പെട്ടു, സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. അടുത്ത വാക്യം. അവനവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. ദൂതൻ വിളിച്ചത് കർത്താവേ എന്ന്. എന്നോടൊന്ന് വരണേ. വന്നത് ദൂതൻ, വിളിച്ചത് കർത്താവ് എന്ന്. പ്രാർത്ഥിച്ചിരുന്നവന്റെ അടുക്കൽ വെളിപ്പെട്ടത് കർത്താവാന്ന്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എന്താകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന് അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ പേര് പറയാം, മറുപേര് പറയാം. നമ്മുടെയൊക്കെ മറുപേര് പറയാൻ കൊള്ളത്തില്ല. സ്വതന്ത്രം പറഞ്ഞേര്. പക്ഷേ ശീമോനെ മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവന്റെ കൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു. വീട് എന്നോ അഡ്രസ് അവരല്ലേ പറഞ്ഞ് എന്റെ കൂടെ ഒന്ന് വരണേ. വീട് കടപ്പുറത്തെ വീടിന്റെ ഉടമസ്ഥന്റെ ജോലി തോലുകൊണ്ട് തുരുത്തിയൊക്കെ ഉണ്ടാക്കുക. തോൽക്കൊല്ലെന്ന് പറഞ്ഞാൽ ചുറ്റി ഉണ്ടാക്കുന്ന ആളല്ല, തോലുകൊണ്ടുള്ള തമ്പേറ് തുരുത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആള്. തോൽക്കൊല്ലനായ ശീമോൻ എന്ന ആളിന്റെ വീട്ടിൽ പാർക്കുന്നു. അത് കടൽക്കരയിലാണ്. വീട്ടിൽ പാർക്കുന്നവന് ശീമോൻ എന്ന് പേരുള്ളപ്പോൾ തന്നെ പത്രോസ് എന്നൊരു മറുപേര് ഉണ്ട്. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒരല്ലേ പറയണം. അപ്പൊ ഈ സമയത്ത് അവൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് കർത്താവിനറിയാം. നമ്മൾ യോഗത്തിൽ വന്നാലും എന്തോ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് കർത്താവിന് അറിയാമെന്ന്. നല്ല അല്ലേ പറയണം. അവൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നീ ആളെ അയക്കണം. അപ്പൊ അങ്ങനെ പ്രാർത്ഥനാ വിഷയം എന്തായിരുന്നെന്ന് പറയാൻ പോവാ. സ്തോത്രം. കർത്താവേ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഞാൻ കുടുംബമായി ദൈവത്തെ ഭയപ്പെടുന്നു. ഞാൻ ഭക്തിയുള്ളവനായി ജീവിക്കുന്നു, ദാനധർമ്മം ചെയ്യുന്നു. പക്ഷേ നിത്യതയിൽ വരാൻ ഇനിയും എന്തെങ്കിലും തടസ്സമുണ്ടോ? ഉണ്ടെങ്കിൽ വെളിപ്പെടുത്തണം. പ്രാർത്ഥന വിഷയ. സ്തോത്രം. കർത്താവ് പറഞ്ഞു, അത് പറയാൻ ഞാൻ ഒരാളെ ആക്കിയിട്ടുണ്ട്. ഓ ഹാലലൂയ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ചോദ്യത്തിന്റെ മറുപടി പറയാൻ കൊള്ളാവുന്ന
ഒരുത്തനുണ്ട്. ഇന്ന് പകൽക്കാലം എത്ര പേര് അടുത്തൊരു തലം കാണാൻ, അടുത്തൊരു ലെവല് കാണാൻ, നന്നായിട്ടൊരു നിമിഷം കരമടിച്ച് ദൈവത്തെ നന്നായിട്ടൊന്ന് ആരാധിച്ച് അടുത്ത ഒരു ലെവലിലേക്ക് ദൈവം ഇന്ന് പകൽ നിന്നെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവര് ഞാൻ ഇപ്പം മേടിച്ച വസ്തുവിന്റെ കടം വിട്ടാനുള്ള പൈസ തരണേ, ബാങ്കിൽ ചെല്ലുമ്പോൾ തടസ്സമൊന്നും ഇല്ലാതെ ലോൺ തരണേന്ന് വല്ലതും അന്ന് പുള്ളി പ്രാർത്ഥിച്ച് അല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈയിടെ ഇവിടെ ഇങ്ങനത്തൊക്കെ പോയി അടുത്ത രാജ്യത്തിലേക്കുള്ള വിസ എംബസിക്കാരൻ്റെ കണ്ണടച്ചാണെങ്കിലും കർത്താവേ എൻ്റെ വിസയ്ക്ക് അത് സ്റ്റാമ്പ് എന്നുമല്ല അന്ന് പ്രാർത്ഥിച്ച്. അവൻ പ്രാർത്ഥിച്ചത് എനിക്കറിയാവുന്ന പോലൊക്കെ ഞാൻ ചെയ്യുന്നു, ദാനം ചെയ്യുന്നു, ധർമ്മം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ഭയപ്പെടുന്നു, ഭക്തിയോടെ ജീവിക്കുന്നു. പക്ഷേ എൻ്റെ അന്തരാത്മ പറയുന്നു ഇനിയും എന്തൊക്കെയോ ക്രമീകരിക്കാനുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ നാലാമത്തെ പകൽ എന്തെങ്കിലും ക്രമീകരിക്കാനുണ്ടോ? അതോ എല്ലാം തികഞ്ഞിരിക്കുകയാണോ? നമ്മുടെ എം ഇ ചാക്കോ സാർ പറഞ്ഞു കാഹളം ഊതണം, കർത്താവ് വരണം, ഞാന് പോകണം. അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണോ? ഊതണം, പോകണം. ഇത്രയും വലിയൊരു മനുഷ്യൻ, ഇത്രയും വലിയ മനുഷ്യൻ പ്രാർത്ഥിച്ച വിഷയം സ്വർഗമറിഞ്ഞു. ഉടനെ സ്വർഗം അതിന് ക്രമീകരണം ചെയ്യുകയാണ്. ഇതിനും വെച്ച് താമസിപ്പിക്കാവുന്ന കേസല്ല. ഇവനെ ഇപ്പൊ സ്നാനപ്പെടുത്തണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതിന് വചനം പറയാൻ കൊള്ളാവുന്ന ആത്മാവുള്ള ഒരുത്തൻ വേണം. അതിന് ആത്മാവുള്ളവനെ പ്രാർത്ഥനാ മുറി കയറ്റി നല്ല സ്തോത്രം പറയണം. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാര്യം കാണിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവര് മാത്രം ആത്മാവ് പുതിയ വെളിപ്പാടുകൾ, പുതിയ ദർശനങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ സഭയ്ക്ക് കൈമാറുമെന്ന് ഇന്ന് പോലെ ആത്മാവ് പ്രവചിക്കുന്നു. ഹല്ലേലൂയ. ഒരു നല്ല സ്തോത്രം പറയണം. ഇതുവരെ കേട്ടു, സംസാരിച്ചു. പക്ഷെ 10-ാം അധ്യായത്തിൽ വരുമ്പോൾ സഭയുടെ ലെവല് മാറുക. സഭയുടെ ചുമതല വഹിക്കുന്നവൻ കാണുന്നത് ഉയരത്തിന്ന് ഒരു തുപ്പട്ടി ഇറങ്ങി വരുന്നു. സ്തോത്രം പറയണം. അത് 4 കോണും കെട്ടിയിരിക്കുന്നു. അതിനകത്ത് നാനാജാതി ഇഴജാതികളും മൃഗങ്ങളും കിടക്കുന്നു. ദൂതൻ പറയുന്നു പത്രോസെ അത് അറുത്ത് ഭക്ഷിക്കും. ഉടനെ പത്രോസിലെ യഹൂദ മതം എഴുന്നേറ്റു, ഇസ്രായേൽ ജാതി എഴുന്നേറ്റു, പ്രൈസ് ദി ലോർഡ്. യെരൂശലേം പള്ളി എഴുന്നേറ്റു. എന്നിട്ട് അവൻ പറഞ്ഞു ഈ ജാതി ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഞങ്ങൾ അശുദ്ധമായതൊന്നും തൊട്ടിട്ടില്ല. അവന്റെ മൈൻഡ് ദൈവം മാറ്റാൻ പോകുകയാണ്. ചിലരെ മാത്രം, ചില സമുദായക്കാരെ മാത്രം വിശ്വാസി കൊണ്ടു നടന്ന ചില സഭയുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ അവരെ മാത്രമേ മുക്കത്തുള്ളച്ച. നമ്മൾ വല്ലതും ചെന്ന് എടുക്കത്തില്ല, നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പത്രോസിന്റെ ആ ബ്രെയിനെ ദൈവം മാറ്റുകയാണ്. 10-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അഭിഷക്തനെ കൊണ്ടുവരിക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ഉച്ചയ്ക്ക് ആഹാരം കൊടുക്കാതെ യാദൃച്ഛിക ഉപവാസം, തീരുമാനിച്ച ഉപവാസമല്ല. ചോറ് കിട്ടാഞ്ഞുകൊണ്ട് ഉപവസിക്കാൻ പോയത്. ഹല്ലേലൂയ പറയണം. പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ ആത്മാവ് പുതിയൊരു തലത്തിലേക്ക് നടത്തുകയാ. ഈ 4-ാമത്തെ പകൽ സഭയെ അടുത്തൊരു തലത്തിലേക്ക് ദൈവം കരം പിടിച്ചുയർത്തുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാവിലെ ദൈവത്തെ സ്തുതിച്ച് വെളിപ്പാടുകളുടെ തലം മാറ്റി, ദർശനങ്ങളുടെ തലം മാറ്റി ഇന്നവർ പുതിയൊരു ലെവലിലേക്ക് സഭയെ ദൈവം കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് പ്രവചിച്ചു പറയുന്നു അടുത്ത ഒരു തലം. കൈസരിയിൽ നിന്ന് ആള് വരുന്നത് പോലെ, കൊരിന്തിൽ നിന്ന് ആള് വരുന്നത് പോലെ, എഫെസോസിൽ നിന്ന് ആള് വരുന്നത് പോലെ മറ്റു ചില മേഖലകളിൽ നിന്ന് ദൈവം ജനത്തെ ദർശനം കാണിച്ച്, വെളിപ്പാട് കാണിച്ച്, ദൂതനെ അയച്ച് മടക്കി വരുത്തുമെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കാൻ കരുത്തുരമുണ്ടെങ്കിൽ അവരെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഓ രബാ ലബാ രദാ 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 രഗദ മനഗ ശബ്ദരേ റൗഷ സൈഡ. ഓ ഹല്ലേലൂയ. എത്ര പേര് ചേർന്ന് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ
ഈ നോഹയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വാക്ക് പരിശുദ്ധാത്മാവ് എടുത്തെഴുതി. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടിട്ടി. എന്നോട് പറഞ്ഞേ, അതുവരെ എന്താ നടക്കുന്നത്? ഭൂമിയിൽ നിന്ന് മഞ്ഞ് പോകുന്നു, മുകളിൽ നിന്നല്ല, ഭൂമിയിൽ നിന്ന് മഞ്ഞ് പോകുന്നു, സസ്യലതാദികളെ നനയ്ക്കുന്നു. മേളിൽ നിന്ന് മഞ്ഞിറങ്ങുന്ന പരിപാടി അന്നില്ല. നമ്മൾ അമേരിക്കയിലും കാനഡയിലും കാശ്മീരിലൊക്കെ പോയാൽ മേളിൽ നിന്നല്ലേ മഞ്ഞ് വീഴുന്നേ. പക്ഷേ നോഹയുടെ കാലം വരെ മേളിൽ നിന്ന് വീഴത്തില്ല, ഭൂമിയിൽ നിന്ന്. അങ്ങനെ എഴുതിയേക്കുന്നേ, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ. പക്ഷെ നോഹയുടെ കാലം വന്നപ്പോൾ അതുവരെ കാണാത്തവയെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് പൊങ്ങുന്ന പരിപാടി നിർത്തി മേളിൽ നിന്ന് പെയ്യാൻ പോവാന്ന് പറഞ്ഞു. എന്നോടൊന്ന് പറഞ്ഞേ, ഭൂമിയിൽ നിന്നാ പൊങ്ങുന്നതെങ്കിൽ എവിടെ നോക്കി നടന്നാൽ മതി? ഒട്ടുപാലുണ്ടോ, മൺപാലുണ്ടോ, പാക്ക് വീണോ, തേങ്ങ വീണോ, നെല്ല് കൊയ്യാറായോ എന്നൊക്കെ നോക്കി, കോഴി മുട്ടയിട്ടോ, താറാവ് മുട്ടയിട്ടോ, പശു പ്രസവിച്ചോ, കറക്കാൻ സമയമായോ എന്നൊക്കെ നോക്കി എവിടെ നോക്കി നടന്നാൽ മതി? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പക്ഷെ നോഹയുടെ കാലം വന്നപ്പോൾ താഴോട്ട് നോട്ടം നിർത്തി ഒരു മനുഷ്യൻ മാത്രം, ലക്ഷക്കണക്കിന് ആളുണ്ട്, ഒരുത്തൻ മാത്രം മേളോട്ട് നോക്കി നടക്കുക. നാട്ടുകാർ തനിക്ക് എന്നെ പറ്റിയിടൂ, തനിക്ക് എന്നെ പറ്റി. ഉടനെ പറഞ്ഞു, കാണാത്ത കാര്യം. സഭ 2025 ഏപ്രിൽ 17 വരെ കാണാത്തത്, 18 തീയതി വരെ കാണാത്തത് കാണാൻ പോവാ. ഹല്ലേലൂയ. ഈ പകൽ വരെ കാണാത്ത ചിലത് നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നവര്, ഓ ശക്തിയോടെ സഭയുടെ ദർശനം മാറി, സഭയുടെ വെളിപ്പാട് മാറി, സഭയുടെ കാഴ്ചപ്പാട് മാറി. യെരുശലേം എന്ന ഇട്ടാവട്ടത്തിൽ കറങ്ങിയുള്ള പരിപാടി മാറി, അതങ്ങ് കൈസരിയിലേക്ക് നീണ്ടു. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. ഇന്ന് മുതൽ കൂടാരക്കുറ്റികളെ നീട്ടിയടിക്കാൻ പോകുകയാ, തിരശീലകളെ വിരിക്കാൻ പോകുകയാ. ആത്മാവ് ദൂത പറയുന്നത്, സഭയുടെ കൂടാരക്കുറ്റികളെ ഇന്ന് മുതൽ ദൈവം നീട്ടിയടിക്കുകയാ, തിരശീലകളെ വിരിക്കുകയാ. ഓ വിശ്വസിക്കുന്നവർ കരോ ശബ്ദം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. എത്ര ദൈവമക്കൾ ഈ പകൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് സഭയെ ദൈവം കാണിക്കും. ആളയച്ചു വരുത്തി. പത്രോസ് പ്രാർത്ഥന പറഞ്ഞ് ആമീൻ പറയുമ്പോൾ വാതിക്കൽ ഒരാൾ മുട്ടുന്നു. എന്നാന്നറിയാൻ കതക് തുറന്നപ്പോൾ പ്രാർത്ഥനാമുറിയുടെ വാതിക്കൽ ഈ തോൽക്കൊല്ലനായ ശീമോന്റെ വീട് തന്നെയാണോ? അതെ. അന്ന് ഗൂഗിൾ മാപ്പ് ഇല്ല കേട്ടോ, പക്ഷെ കറക്റ്റ് അഡ്രസ്സാ പറഞ്ഞ്. അതെ, ഇതാണ്. ഇവിടെ പത്രോസ് എന്ന് മറുപേരുള്ള ഒരു ശീമോൻ, അത് ഞാനാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടിയേ? അപ്പം അതിന് മുമ്പേ ദൈവം പറഞ്ഞു, 2 ആൾ നിന്നെ അന്വേഷിച്ച് വരുമ്പോൾ നീ ജാടയൊന്നും കാണിക്കല്ലേ, നീ അവരുടെ കൂടെ ഒരല്ലേ പറഞ്ഞേ. ഫ്രീസ്ഥലോട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈയുടെ വിരലിൻ്റെ അറ്റം മാത്രം കൊടുക്കുന്ന ആ പരിപാടിയൊന്നും അല്ല. അന്ന് കൈ മൊത്തം കൊടുക്കുന്ന കാല. ആത്മാവ് അങ്ങോട്ട് ഇറങ്ങിയ സമയമല്ലേ, അതിൻ്റെ ആ ശുശ്രൂഷയുടെ അഭിഷേകമൊക്കെ വേറെയല്ലേ. കൈ കൊടുത്താൽ തന്നെ ബന്ധനം വഴി വന്നേ. ധൈര്യമായിട്ട് നിന്റെ കയ്യിൽ അഭിഷേകമുണ്ട്. നിന്റെ കൈ ഒരാൾക്ക് ധൈര്യമായിട്ട് കൊടുത്തൊരു പ്രൈസോട് പറഞ്ഞാൽ അവന്റെ ദുരാത്മ മണ്ഡലങ്ങൾ നിന്റെ കൈ കൊടുക്കുമ്പോൾ വിറച്ചു മാറും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ഇന്ന് പകൽക്കാലം ആരാധിക്കണം. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ അളവറ്റ വലിപ്പം നീ ഇന്ന് രാവിലെ അറിയണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇപ്പൊ പത്രോസ് ഇവരുടെ കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ ഈ കൊർന്നല്യോസിന്റെ കുടുംബത്തോടാണ് ആരിടപെട്ടെ? ദൈവം ഇടപെട്ടെ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പത്രോസ് എന്ന് പറഞ്ഞ ഒരാളിനെ ഞങ്ങൾ വരുത്തുന്ന കാര്യം നമ്മുടെ പള്ളിക്കാരോ നാട്ടുകാരോ വീട്ടുകാരോ ഒന്നും അറിഞ്ഞിട്ട് നാളെ നമ്മുടെ പേരിലൊരു വിഷയം ഉണ്ടാകണ്ട. അതുകൊണ്ട് ആരോടും ഈ കാര്യം പറയണ്ട. പിന്നെ പാസ്വേഡ് വേണേ പറഞ്ഞ അമ്മാമ്മയോട് എന്ത് ചെയ്യണ്ട, പാസമ്മാമ്മയോടെ. ഹലോ, ഈ കൊർന്നല്യോസിന്റെ ക്വാളിറ്റി നോക്കിക്കോണം. അവൻ ആരെയൊക്കെ വിളിച്ചു കൂട്ടാം, പട്ടളക്കാമ്പാന്ന് ഓർത്തോണം.
ഇത് പട്ടാളൊക്കെ ആകുമ്പോ നാട്ടുകാരെല്ലാം വിളിച്ച് കൂട്ടാൻ നോക്കുവോ? ഭയങ്കര സെക്യൂരിറ്റി ചെക്കല്ലേ? പ്രൈസലോ. പക്ഷെ ഈ കൊർന്നല്യോസ് വിളിച്ചു കൂട്ടാവുന്നവരെയല്ല. പത്രോസ് ഒരു വീട്ടിലൊരു ചെറിയ സഭായോഗത്തിന്റെ ആളുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ആണോ? ഹല്ലേലൂയ. സഭയ്ക്കകത്ത് വരാൻ മടിയാണെങ്കിലും നിന്റെ വീട്ടിൽ വരാൻ തയ്യാറുള്ള കുറച്ച് പേരുണ്ട്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവന് ഫേസിറ്റിക്കകത്ത് വരാൻ മടി കാണും. കാരണം ഇത് ലൈവല്ലേ. അവരിതിങ്ങനെ പിടിക്കുമ്പോൾ അവന്റെ പടം കൂടെ വന്നെങ്കിലോ എന്ന് വിചാരിച്ച് അവൻ കയറി വരാൻ മടിക്കും. പക്ഷെ അവൻ നിന്റെ വീട്ടിൽ വരാൻ തയ്യാറാ. നീ പത്രോസിനെ അവിടെ വരുത്താമോ? സ്വതന്ത്രം പറഞ്ഞില്ല. നിന്റെ വീട്ടിലെ ചെറിയ മുറിക്കകത്ത് പത്രോസിനെ വരുത്തി അവനെ കൂടെ വിളിക്ക്. ആ യോഗം തീരും മുമ്പേ അവൻ സ്നാനപ്പെട്ടിരിക്കും. നിശ്ചയമായിട്ട് ദൂത പറയുന്നത്, ഹോളി വരാൻ കഴിയാത്ത ചിലര്, പൊതുവിൽ രംഗത്ത് വരാൻ കഴിയാത്ത ചിലരെ നീ വിളിച്ചാൽ വീട്ടിൽ വരും. അത് നീയുമായിട്ടുള്ള പേഴ്സണൽ ബന്ധമാണ്. ഹല്ലേലൂയ. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. നീ വിളിച്ചാൽ വരുന്ന ഡോക്ടർമാരുണ്ട്, നീ വിളിച്ചാൽ വരുന്ന MLA-മാരുണ്ട്, നീ വിളിച്ചാൽ വരുന്ന MP-മാരുണ്ട്, നീ വിളിച്ചാൽ വരുന്ന എഞ്ചിനീയർമാരുണ്ട്. നീ വിളിച്ചാൽ അവർ വരും. കാരണം നീയും ആ വ്യക്തിയും ആ കുടുംബമായിട്ടുള്ള ബന്ധം അങ്ങനെ കിടക്കുക. നീ വിളിച്ചിട്ട് നീ പത്രോസിനെ വരുത്തണം അവിടെ. നിനക്ക് പറയാൻ കഴിയാത്ത കാര്യം പത്രോസ് പറഞ്ഞോളും. കാരണം പത്രോസ് ആത്മാവിലല്ലേ കാര്യം പറയുന്നേ. വരുന്നവനെ അടിമുടി വിവേചിക്കത്തില്ലേ? വിവേചിച്ചവനെ പോരിനെ സാഹസിക്കത്തില്ലേ? അവൻ കുടുംബമായി വിടിപ്പിക്കപ്പെടത്തില്ലേ? ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞായിരുന്നോ കൊർന്നല്യോസിനോട്, എന്റെ ദാസൻ പത്രോസ് വരുമ്പോ നീ സ്നേഹിതരെല്ലാം വിളിച്ചു കൂട്ടാൻ പറഞ്ഞോ? പറയെല്ലാരും കൂടെ പറഞ്ഞില്ല. ആത്മാവുള്ളവൻ അതങ്ങനെ ചെയ്തതാ. ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരെണ്ണം പോലും നശിക്കല്ല. അതിനവൻ വിളിച്ചു കയറ്റാവുന്ന മുഴുവൻ പേരെ എന്ത് ചെയ്തു? നിങ്ങൾ എൻ്റെ കൂടെ ആണോ? ഓ പ്രൈസലോ. പത്രോസ് വന്നപ്പോൾ ദൈവം വരുന്നത് പോലെ സ്വീകരിച്ചു. ഞങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചേ. പത്രോസ് അകത്ത് കയറി കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു. പത്രോസോ എഴുന്നേൽക്കാം, ഞാനൊരു മനുഷ്യനാണ്. ഞാൻ ആരെന്നെ പറഞ്ഞതിന് ഞാൻ സൂപ്രണ്ടാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒന്നാമത്തെ പോപ്പാന്നൊക്കെ ഞാൻ എന്ത് ചെയ്തേ. പക്ഷെ കാലേ വീണ് നമസ്കരിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, എഴുന്നേക്ക്, ഞാൻ ആരാണ്? ഈ കൃപ പകർന്നേ ഉള്ളൂ, അല്ലാതെ അമാനുഷികമായ ഒന്നും നിന്റെ കയ്യിലില്ല. ഒരു സ്തോത്രം പറയണം. ഞാനൊരു മനുഷ്യനാണ്. ആ ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ സംഭവം എത്ര അനുഗ്രഹമായെന്ന്. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, ഞാനൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്തു ചെന്നു. അപ്പം വെളിയിൽ നിന്ന് തൊട്ട് ഈ കൊർന്നല്യോസിനോട് വർത്താനം പറഞ്ഞുകൊണ്ട് പെരയ്ക്കകത്ത് ചെന്നു. അനേകർ വന്ന് കൂടിയിരിക്കുന്നത് കണ്ടു. അല്ലേ പറഞ്ഞേ? അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഈ രണ്ട് ദാസന്മാര് പോയി ഈ കടൽക്കരയിൽ നിന്ന് തോൽക്കൊലനായ ശീമോന്റെ വീട്ടിൽ നിന്ന് ഉപദേശിയെ കൊണ്ടിരുന്ന സമയം കൊണ്ട് പുള്ളി ചെയ്യാവുന്ന ഒരു പണി ചെയ്തു. അകത്ത് കയറാവുന്ന മുഴുവൻ പേരെ പെരയ്ക്കകത്ത് കയറ്റിവിടും. അല്ലേ പറയണം? അല്ലേ? നമ്മൾ വീട്ടുപ്രാർത്ഥന വെക്കാറില്ലേ? ഒറ്റ അയലോക്കാരോട് പറയാറുണ്ടോ? വിളിക്കാത്ത തന്നെ അവന് 3 പാലപ്പവും ഒരു മുട്ടക്കറിയും കൊടുക്കണം. നമ്മളാകെ 40. പാസ്റ്ററോട് ചോദിക്കും, പാസ്റ്റർ എത്ര പേര് വരുമെന്ന് അറിയാമോ? അതിപ്പോൾ ഞാൻ കണിയാനാണോ എത്ര പേര് വരുമെന്ന്? എന്നാലും ഉദ്ദേശം ഒരു 10-40 പേരെങ്കിലും. അപ്പം 41 പേർക്കുള്ള ആഹാരം ഉണ്ടാക്കും. നിങ്ങൾ മിണ്ടുന്നില്ല. നമ്മൾ എത്ര ബുദ്ധിമാന്മാരാണെന്നറിയാം. പക്ഷെ ഈ മനുഷ്യന് ഒരു ഫ്രൈഡ് റൈസ് പോകുമല്ലോ എന്ന് വിചാരിച്ച് വിളിക്കാതിരുന്നില്ല. വിളിച്ചു കൂട്ടാവുന്ന മൊത്തം പേര് എന്ത് ചെയ്തു? വിളിച്ചു കൂട്ടണം കേട്ടോ. നിങ്ങൾ എന്നോട് പിണങ്ങിയിരിക്കേണ്ട. അടുത്ത ദിവസം അടുത്ത യോഗം തൊട്ട് ചെയ്താൽ മതി. നീ ഒരു 100 രൂപ അതിന് വേണ്ടി കളയുന്നേ. കൂടി എന്നാൽ ഒരു പപ്സ് ഒരു ചായയമ്മ കൊടുക്കുന്നേ. ഈ പ്രാവശ്യം പപ്സ് വേണ്ട, ബന്ന് കൊടുത്താൽ മതി. പോട്ടെ, പപ്സിന്റെ പൈസ പകുതിയാവുമല്ലോ, ബന്ന് കൊടുത്താൽ മതി. എന്നാലും വിളിച്ചു കൂട്ടണം. ഒരല്ലേ പറഞ്ഞേ. അടുത്ത വാക്യം വായിച്ചേ. അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എന്നെ കാണിച്ചു തന്നിരിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ.
തലേ ദിവസത്തെ വെളിപ്പാട് എന്നാന്ന് പുള്ളി പറയാ. ഈ തുപ്പട്ടി 4 മൂലയും കെട്ടി ഇറക്കിയ സംഭവം യഹൂദനെ സംബന്ധിച്ചൊരു പ്രമാണമുണ്ട്. എന്താ പ്രമാണം? അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമാണ്. എങ്കിലും ഇന്നലെ നീ വരുന്നതിന് തൊട്ട് മുമ്പേ ഒരു മനുഷ്യനെയും മലിനനെന്ന് എണ്ണരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. കണ്ണടച്ചിരിക്കുന്നവർ കണ്ണ് തുറന്നൊരു സ്തോത്രം പറഞ്ഞേ. നിങ്ങള് എനിക്ക് ദൂത് കിട്ടാൻ വേണ്ടി ധ്യാനിക്കുക എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ സമയം കുറവായിരുന്നെങ്കിലും ധ്യാനിച്ചേച്ച് വന്നതാ. അതുകൊണ്ട് എനിക്ക് ദൂത് കിട്ടാൻ വേണ്ടി ഇപ്പോഴാരും ധ്യാനിക്കരുത്. എല്ലാവരും എന്നെ നോക്കിക്കേ. 1:30-ക്കല്ലേ യോഗ അവസാനിക്കുന്നത്? 1:30 ആയോ? ഇല്ലില്ല, ഞാൻ ഇവർ കണ്ണടച്ച് കാണിച്ചോണ്ട് ഞാൻ ചോദിച്ചേ. ഓക്കെ, 1:30 ആയില്ല. കറക്റ്റ് 1:30-ക്ക് ആശീർവാദം പറയും. ഒരല്ലേ പറഞ്ഞേ നല്ല പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആ ശ്രദ്ധയിൽ നിന്ന്, ഏകാഗ്രതയിൽ നിന്ന് നിങ്ങളെ വഴുതി മാറ്റിക്കാൻ നോക്കുന്ന ചില വ്യാപാരങ്ങളാ നമുക്ക് ക്ഷീണമൊക്കെ കൊണ്ടിരുന്നത്. അതിനെല്ലാം വരുമ്പോഴേ നീ അങ്ങ് ആത്മാവിൽ ശാസിച്ചോണം. എടാ പോടാ പിശാച് എന്ന് പറയണം. എനിക്കിപ്പോൾ ഉറക്കത്തിന്റെ ആവശ്യമില്ലെന്ന് പറയണം. ഉറങ്ങാൻ രാത്രി നമുക്ക് സമയമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ദൂത് കേൾക്കാൻ വന്നതാ, ഞാൻ ആത്മാവിൽ ആരാധിക്കാൻ വന്നതാ എന്ന് പറഞ്ഞ് നീ ആത്മാവിൽ അതിനെ ജയമെടുത്തോണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഇൻസുലിൻ എടുക്കുന്നവർക്കും പ്രഷറിന്റെ ഗുളിക കഴിക്കുന്നവർക്കും ഒക്കെ ചെറിയൊരു ഉറക്കം ഇടയ്ക്ക് എന്ത് ചെയ്യും? വരും. പക്ഷെ അങ്ങനെയൊക്കെ വരാനാണ് എനിക്കാ വരണ്ടേ. ഞാൻ ഇതെല്ലാം എടുക്കുന്ന ആളാ. ഞാനിവിടെ നിന്ന് ഉറങ്ങിയാൽ സ്ഥിതി ഓർത്ത് നോക്കി. ഹല്ലേലൂയ. ഒരല്ലേ പറയണേ. കണ്ണു തുറന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഇത്ര സൗഭാഗ്യം ഈ ശിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. കരമടിച്ച് ഈ ശിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. ആശ്രയമേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. പാടുള്ള പാണിയാൽ പാടുള്ള പാടിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ഓ കാരീരും പാണിയാൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയമേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കരവും ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ആ വാക്യം തുടരുന്നു വേഗത്തിൽ. അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അടുത്ത വാക്യം. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആൾ അയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്നറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അതിന് കൊർന്നല്യോസ്,
നാലാകുന്നാൾ ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9 മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ചൊരു പുരുഷൻ എൻ്റെ മുമ്പിൽ നിന്നു. കൊർന്നല്യോസേ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു. യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വിളിപ്പിക്കാം. അവൻ കടൽപ്പുറത്ത് തൊൽക്കൊലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു. നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന് മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചത് എന്തെന്ന് കേൾക്കാൻ ഞങ്ങൾ, പത്രോസിന് മുമ്പിൽ നല്ല പറഞ്ഞേ, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരല്ലേ പറഞ്ഞേ. കൊർന്നല്യോസ് പറഞ്ഞ പദം ശ്രദ്ധിച്ചോ. കർത്താവ് നിന്നോട് പറഞ്ഞത് എന്തെന്ന് കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന്. കൈ കൊടുത്ത് പറഞ്ഞേ, ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന് പറഞ്ഞേ. ദൈവത്തിന് മുഖപക്ഷമില്ല. ഉറപ്പായിട്ടൊന്ന് പറഞ്ഞേ, ദൈവത്തിന് എന്തില്ല? മുഖപക്ഷമില്ല. മുഖപക്ഷമില്ല. ഇന്ന് പകൽ ആര് ദൈവത്തിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്നു അവനെ വിടുവിപ്പാൻ ദൈവം ഇവിടെയുണ്ട്. മുഖപക്ഷമില്ലാത്ത ദൈവം, മുഖപക്ഷമില്ലാത്ത ദൈവം, മുഖപക്ഷമില്ലാത്ത ദൈവം. വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഉത്തരം തരുന്ന മഹാദൈവം, അവൻ മുഖപക്ഷമില്ലാത്ത ദൈവമാ. ചേർന്ന കരമൊന്നടിച്ച് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിന് എന്തില്ല? മുഖപക്ഷമില്ല. പിന്നെ പത്രോസ് പ്രസംഗം തുടരുക. 1-2 വാക്യം വേഗം വായിച്ചു. ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അടുത്ത വാക്യം. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചും കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ ഒത്തിരി വായിപ്പിക്കുന്നില്ല, വ്യാഖ്യാനിക്കുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 400 വർഷമായിട്ട് ഭൂമിയിൽ ദൈവശബ്ദം ഇല്ലാതിരുന്നു എന്ന് തൊട്ട് മലാക്കി മുതൽ യോഹന്നാ സ്നാപകൻ വരെ എന്തില്ല? ദൈവശബ്ദമില്ല. സ്വപ്നത്തിലാട്ട്, വെളിപ്പാടിലാട്ട്, ദർശനത്തിലാട്ട്, പ്രവചനത്തിലാട്ട് ഒരു നിലയിലും 400 വർഷം ദൈവം ഇടപെട്ടിട്ടേ ഇല്ല. 400 വർഷം കൊണ്ട് വഴിയെല്ലാം വനമായി. വഴി ഏതാന്ന് മനുഷ്യൻ അറിയത്തില്ല. അപ്പം മരുഭൂമി നിർത്തൻ വഴി വെട്ടാൻ വന്നു. 400 വർഷമായി ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധിക്കപ്പെടാൻ കഴിയാതെ പിശാച് കൊട്ടിയടച്ച വഴി ഈ മനുഷ്യൻ വെട്ടി. പ്രൈസ് ദി ലോർഡ്. അവൻ കോടാലിയും കൊണ്ടാണ് വന്നേക്കുന്നേ. അവൻ വന്ന് കോടാലി കൊണ്ട് വെട്ടി അരിഞ്ഞ് ഒരു കയറ്റം കയറി യോർദാനി വന്ന് ശുശ്രൂഷ അടുത്ത ആളിന് ഫലമേൽപ്പിച്ചു. സ്വതന്ത്രം പറയണം, ഞാൻ കുറയണം, എൻ്റെ പണി കഴിഞ്ഞു. എൻ്റെ പണി വിളിച്ചു പറയുക, വഴി വെട്ടുക ഉള്ളായിരുന്നു. വഴി വെട്ടി വിളിച്ചു പറഞ്ഞു, പറയേണ്ടിയോൻ ഇതേ വന്നു, ഇനി അവന് ചെവി കൊടുക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പം പത്രോസ് പ്രസംഗിച്ചപ്പോൾ അവിടെ തുടങ്ങി. യോഹന്നാൻ എന്നാണോ ദൈവം പുതിയ നിയമസഭയ്ക്ക് വേണ്ടി വഴി വെട്ടി തുറന്നത് അവിടെ തുടങ്ങിയിട്ട് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലെ ശക്തി പറഞ്ഞ് അവൻ അഭിഷേകം പ്രാപിച്ച് രോഗികളെ സൗഖ്യമാക്കി, നന്മ സുവിശേഷിച്ച് ഭൂതം ബാധിച്ചവരെ വിടുവിച്ച കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് വരികയും ഈ 200 കൂടെ ആത്മാവിലായി. ഒരല്ലേ പറഞ്ഞേ. അങ്ങനെയാണ് കൈവച്ച് സ്പെഷ്യലിസ്റ്റ് ആത്മാവിനെ പ്രാപിക്കാൻ പറയുന്നതിന് മുമ്പ് തന്നെ വചനമയച്ചവരുടെ മേൽ ആത്മശക്തി വ്യാപരിച്ചു. ഇതിന് അവർ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്ക്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാർ ആരാധിച്ച ക്രമത്തിൽ ഇവരാരാധിച്ചു. പത്രോസിന്റെ ബ്രെയിൻ മൊത്തം ദൈവം മാറ്റി കേട്ടോ. ഭയങ്കര സർജറി പുള്ളിയുടെ തല നടക്കുക. ആദ്യം ആരെയും മലിനമായിട്ടുണ്ടല്ലെന്ന് പറഞ്ഞു,
പിന്നെ ഏത് മനുഷ്യൻ ദൈവം അംഗീകരിക്കുന്ന മനസ്സിലായി, നീതിയോടെ ജീവിക്കുന്നവരെല്ലാം അംഗീകരിക്കുന്ന മനസ്സിലായി. ഇപ്പം പുള്ളിക്ക് മനസ്സിലായി ഈ അഭിഷേകം ഞങ്ങൾക്ക് മാത്രമല്ല. സ്തോത്രം പറഞ്ഞേ. ഓ, വചനം കേൾക്കാൻ തയ്യാറുള്ള എല്ലാവരുടെ മേലും ഈ അഭിഷേകം പോയിരുന്നു. നല്ല സ്തോത്രം പറയണം. അവരെല്ലാവരും ആത്മശക്തിയാൽ നിറയപ്പെട്ടപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങൾക്ക് ലഭിച്ച അതേ ആത്മാവിനെ ലഭിച്ച് ഇവരുടെ വെള്ളം ആര് വിലക്കും? ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽക്കാലം എത്ര പേര് കൊതിക്കുന്നുണ്ട് അവർക്ക് ലഭിച്ച അതേ ആത്മാവിനെ, അവർക്ക് ലഭിച്ച അതേ ആത്മാവിനെ. ആ ആത്മാവിന്റെ ഗുണം ഷാഡോ അടിച്ചാൽ സൗഖ്യമാകും, റൂമാലിട്ടാൽ സൗഖ്യമാകും. ഓ, കൽപ്പിച്ചാൽ സൗഖ്യമാ. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കാന്ന് പറഞ്ഞ് കൈക്ക് പിടിക്കുമ്പോൾ നരിയാണി ഉറയ്ക്കുന്നത് പോലെ, ഓ, ഇന്ന് പകൽ അഭിഷേകത്തിന്റെ ഒരു പുതിയ ശക്തിയാൽ ഈ സഭ നിറയപ്പെടട്ടെ. ഓ, രക്തത്താലെ എത്ര ദൈവമക്കൾ കൊതിയുണ്ട് കർത്താവേ. അപ്പോസ്തലന്മാരിൽ, ആദിമ പിതാക്കന്മാരിൽ അല്ല, ഞങ്ങളെ വിട്ട് നിത്യത വിശ്രമിക്കുന്ന അഭിഷക്തനിലൊക്കെ വ്യാപരിച്ചതുപോലെയുള്ള ഒരു ദൈവശക്തി. ഹല്ലേലൂയ. അതൊക്കെ നിങ്ങൾ ഇടയ്ക്കൊന്ന് ധ്യാനിക്കണം കേട്ടോ. രാവിലെ എറണാകുളത്ത്, ഉച്ചയ്ക്ക് കോട്ടയത്ത്, വൈകിട്ട് തിരുവനന്തപുരത്ത്, രാത്രി റാന്നിയില്. നിങ്ങളെ കൊണ്ട് ഒക്കുവോ? അങ്ങനെ ഇല്ലായിരുന്നു വെച്ചാ. ഹോ, എന്തൊരു ഓട്ടോ ആയിരുന്നു. റാന്നിയിൽ ഇവിടെ വരുന്ന ബെച്ചപ്പാട് 3.5 മണിക്കൂറാണ് ട്രാഫിക് ഇല്ലെങ്കിൽ. ഇപ്പം ഇവിടുന്ന് റാന്നി പോയി ശുശ്രൂഷിക്കുക, അവിടുന്ന് ട്രിവാൻഡ്രത്ത് പോയി ശുശ്രൂഷിക്കുക, തിരിച്ച് കോട്ടയത്ത് വരിക, പിന്നെ ഇവിടെ വരിക, ഇടയ്ക്ക് കട്ടപ്പനെ പോവുക. നിങ്ങൾക്കൊരു കൊതിയുണ്ടോ പ്രാപിക്കാൻ? ഹല്ലേലൂയ. കൈസരിയ നാൾ വരുന്നുണ്ട് നിന്നിൽ കൂടെയുള്ള വിടുതൽ അനുഭവിക്കാൻ. ഹല്ലേലൂയ. ചില ദേശങ്ങളിൽ നിന്ന് നിന്നെ വിളിക്കാൻ ആള് വരുമ്പോൾ നീ സമയം നോക്കി കൂടെ പോകാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് പകൽ അങ്ങനെ തന്നെ പ്രവചിക്കാൻ ആത്മാവ് ദൂത് പറയുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദേശത്ത് നിന്ന് കണ്ടിട്ടില്ലാത്ത ആളുകളെ നിന്നെ അയച്ച് സ്നാനപ്പെടുത്തിക്കൊണ്ടിരാൻ. ഓ, റബാശംദരേ റൗഷാരമന. വിശ്വസിക്കുന്നവർ മാത്രം ആ കരം നന്നായിട്ടൊന്ന് അടിച്ച് ഓ, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എലീശ പ്രവാചകനെ വിളിച്ചു പറഞ്ഞു, നീ അഭിഷേകത്തിൽ ഓടിച്ചെല്ലണം. അതുകൊണ്ട് അവിടെ പട്ടാളക്കാരുടെ കമാൻഡർമാർ കൂടി ഇരുന്നുകൊണ്ടൊരു അടിയന്തര യോഗം നടക്കുകയാണ്. അമാലിയക്കനെ എങ്ങനെ തോൽപ്പിക്കണം, അരിയാമിന്റെ നേരെ എങ്ങനെ ചെല്ലണം, പെലിസ്തീനെ എങ്ങനെ വെട്ടണം, അടിയന്തര കൗൺസിൽ നടന്നുകൊണ്ടിരിക്കുക. നീ അങ്ങോട്ട് ഓടി കയറി ചെല്ലണം. കയറി ചെന്നിട്ട് ഒറ്റ വാക്ക് പറയണം, നിങ്ങൾ ഒരുത്തനോട് ദൈവത്തിന് സംസാരിക്കാനുണ്ടെന്ന് പറയണം, ദൈവാലോചന പറയാനുണ്ട്. ഉടനെ എല്ലാവരും ഇങ്ങനെ മൗനമായിരുന്നതിന് ഒരുത്തൻ ചോദിച്ചു, ഞങ്ങൾ ആരോടാന്ന് ചോദിച്ചു. നിന്നോട് തന്നെയാന്ന് പറഞ്ഞു. അകത്തെ മുറിലോട്ട് കൊണ്ടുപോയി അവൻ്റെ തലലോട്ട് ഈ എണ്ണ എല്ലാം കൂടെ അങ്ങ് ഒഴിച്ചു. ചേച്ചി പറഞ്ഞു, ഇസ്രായേൽ രാജാവായിട്ട് ഞാൻ. പുള്ളി ഒരു പ്രാന്തനെ പറഞ്ഞു, ഒറ്റ ഓട്ടം വെച്ചു. അപ്പോൾ ഈ വെളിയിൽ നിന്ന് ചോദിച്ചു, ആ പ്രാന്തൻ എന്നാ പറഞ്ഞെന്ന് ചോദിച്ചു. ആത്മാവുള്ളവനെ കണ്ട നാട്ടുകാർക്ക് എന്നോ തോന്നും, പറഞ്ഞേ പ്രാന്തനാന്ന് തോന്നും. പ്രാന്തൻ അഭിഷേകം ചെയ്ത ഈ യേഹൂവിനെ പ്രാന്ത് പിടിച്ചു. പ്രാന്ത് പിടിച്ചപ്പെടുത്തതിന് പുള്ളി ഇറങ്ങി വന്നപ്പോൾ ഇവരിലുള്ള വസ്ത്രം കൂരി ഇവന്റെ മുമ്പിൽ ഇട്ടിട്ട് ഇവനെ രാജാവാക്കി. അവൻ ചാടി കുതിരപ്പുറത്ത് കയറിയപ്പോൾ ഈ തലേന്ന് ഒഴുകിയ എണ്ണ കുതിരയുടെ ദേഹത്ത് വീണ. കുതിരയ്ക്ക് വരെ വട്ട് പിടിച്ചു. ഹലോ, യേഹൂവിന് വട്ട് പിടിച്ചു, കുതിരയ്ക്ക് വരെ വട്ട് പിടിച്ചു. കുതിര അങ്ങോട്ട് പാഞ്ഞപ്പോൾ ഈ സംഭവം സഭയിലാരും പറഞ്ഞില്ല, നാട്ടിലാരും പറഞ്ഞില്ല, മിലിറ്ററിയിലാരും പറഞ്ഞില്ല. പക്ഷെ ഈസബേൽ അറിഞ്ഞു. ഏലിശ ഒരുത്തനെ അഭിഷേകം ചെയ്തെന്ന് അവൾ അറിഞ്ഞു. അവൾ നേരെ താഴത്തെ നിലയിൽ നിന്ന് മേളത്തെ നിലയിൽ കയറി കിളിവാതിലിൽ കൂടെ കണ്ണെഴുതി എറുകണ്ണിട്ട് നോക്കി ആരാ വരുന്നതെന്ന് അറിയാൻ. എന്നിട്ട് അവൾ ആളയച്ചു. പക്ഷെ അഭിഷേകത്തിന്റെ ഗുണം വന്നോനോടെല്ലാം ആത്മ പറഞ്ഞു, പുറകെ പോടാന്ന് പറഞ്ഞു. അഭിഷേകത്തിന് മുമ്പിൽ ഒന്നും നിൽക്കത്തില്ല. പറഞ്ഞു പുറകെ വരാൻ പറഞ്ഞു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ വഴി തടയാൻ വരുന്ന
സഭയുടെ മുമ്പിൽ വഴി തടയാൻ വരുന്ന, അഭിഷേകത്തിന് മുമ്പ് വഴി തടയാൻ വരുന്ന ചില പോരുകളെ ആത്മാവിൽ കൽപ്പിക്കാൻ ഉള്ള അധികാരം ജനം ഏറ്റെടുക്കട്ടെ. ഓ ശബ്ദരാധന വൈഡാരമന. ഹല്ലേലൂയ. താൻ അയക്കുന്നവരെല്ലാം അഭിഷേകമുള്ളവന്റെ പുറകിലായെന്ന് കണ്ടപ്പോൾ അവൾ തന്നെത്താൻ വെളിപ്പെടുത്തി മുഖം. അവൾ കിളിവാതിൽ കൂടെ തലയിട്ട് ചോദിച്ചു, യേഹുവേ നിനക്ക് സുഖമാണോ? നിന്റെ വരവിന്റെ ലക്ഷണം ശുഭമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ രാജ്ഞിയുടെ ആ കണ്ണെഴുതി എറുകണ്ണിട്ടുള്ള നോട്ടത്തിലെ വാക്ക് കേട്ട് അഭിഷേകൻ കൊഞ്ചിക്കുറഞ്ഞില്ല, മിണ്ടുന്നില്ല. അഭിഷേകമുള്ള ഒരിടത്തും കൊഞ്ചിക്കൊഴത്തില്ല. ആത്മാവുള്ളവൻ പറഞ്ഞു, ആരവിടെ? ഒന്ന് രണ്ട് ഷണ്ണന്മാർ തല കാണിച്ചു. അവളെ പൊക്കി താഴെയിടാൻ പറഞ്ഞു. അവളെ താഴെ ഇട്ടു. താഴെ വരുന്നതിന് ആമ്പിള്ളാരുടെ നായ്ക്കൾ കടിച്ചു പറിച്ചു. ഇന്ന് പകൽ നിന്റെ മുമ്പിൽ എതിരായി നിൽക്കുന്ന, നിന്റെ അഭിഷേകത്തിന്റെ ഗമനങ്ങളെ തുറച്ചു നോക്കുന്ന ചില അന്യാരാധന പോരുകൾ ഈ പകൽ തകിടം അറിയുവാൻ വിശ്വസിക്കുന്നവർ കരമടിച്ച് യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ചില എതിരികൾ തകിടം മറിയട്ടെ, ചില പോരുകൾ തകിടം മറിയട്ടെ. ഒരു നിമിഷം ഒന്നെഴുന്നേക്കാം. ജീസസ്. ദൈവാത്മാവ് വ്യക്തികളെ തൊട്ട്, കുടുംബങ്ങളെ തൊട്ട്, സഭയോട് കൃത്യമായി ഇടപെട്ടു എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. കേട്ട വചനം നിനക്ക് ഉപകാരമായി ഭവിക്കട്ടെ. അത് നിനക്ക് വിശ്വാസമായി പരിണമിക്കട്ടെ. നിന്റെ കൂടാരത്തിൽ അത് വിടുതലായി തീരട്ടെ. നിന്റെ തലമുറയിൽ അത് വിടുതലാകട്ടെ. ഈ ദേശത്ത് അതൊരു വിടുതലാകട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ മുള പൊട്ടി വരുന്നത് പോലെ, തളിർത്ത് പൂത്ത് കായ്ച്ച് ബദാം ഫലമുണ്ടായതുപോലെ പെട്ടെന്ന് ഒരു വളർച്ച, പെട്ടെന്ന് ഒരു ഉയർച്ച, പെട്ടെന്ന് പുതിയ ചില നാമ്പുകൾ സഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരമൊന്ന് ചേർത്തടിച്ച് ഓ ആ ദൂത് അങ്ങനെ സംഭവിക്കട്ടെ. പ്രാർത്ഥിച്ചു കഴിഞ്ഞു. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. രണ്ട് കരങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ച അനന്തരം നമുക്കൊന്ന് പാടി അല്പനിമിഷം ആരാധിക്കണം. എന്നേരം പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവർ മുൻപ് വന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അഭിഷക്തന്മാരുടെ ഗണം ഇവിടെ ഉണ്ട്. ഇപ്പോൾ പൊതുവി പ്രാർത്ഥിക്കാൻ പോകും. രണ്ട് കരം ഉയർന്നിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ കർത്താവേ, അങ്ങയുടെ അഭിഷക്തൻ സഭയായി പാദപീഠത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഈ പകൽ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ജനത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. ആ ദൂതുകൾ ഓരോ വ്യക്തിയിൽ വിടുതലായി ഭവിക്കട്ടെ. ദുഷ്ടപ്പിശാച് കൊട്ടിയടച്ച സകല വഴികൾ ഈ പകൽ മലർക്കെ തുറക്കട്ടെ. കെട്ടിയ ചങ്ങലകൾ പൊട്ടിമാറട്ടെ. ആമങ്ങൾ അഴിഞ്ഞു മാറട്ടെ. സകല വാതിലുകൾ തുറക്കട്ടെ. ഓ ഉറവകൾ പൊട്ടി വരുന്നത് പോലെ, ഓ ഇന്ന പോലെ പുതിയ ചില ഒഴുക്കുകൾ, നന്മകൾ, കൂടാരങ്ങൾ ഇറങ്ങി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ. ശരീരങ്ങളെ അലട്ടുന്ന, മനസ്സിനെ അലട്ടുന്ന എല്ലാ രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ദുരാത്മ മണ്ഡലങ്ങൾ പൊളിഞ്ഞു മാറട്ടെ. തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. പുത്തൻ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. പുതിയ അധികാരത്താൽ വെളിപ്പെടട്ടെ. ഈ ജനത്തെ യേശുവിൻ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ.